ഹലോ ഡിയേഴ്സ്, നിങ്ങളുടെ +2 ബയോളജി എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ ഗ്യാരണ്ടി നൽകുന്നു. കാരണം ഇത് നിങ്ങൾക്ക് A+ അല്ല, ഫുൾ മാർക്ക് വരെ സ്കോർ ചെയ്യാവുന്ന രീതിയിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെ പഠിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ വീഡിയോസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് 2 ആണെങ്കിലും നേരത്തെ നമ്മൾ ഇതിനകത്തെ റിപ്രൊഡക്ഷൻ ആൻഡ് റിപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഹ്യൂമൻ റിപ്രൊഡക്ഷൻ ആൻഡ് റിപ്രൊഡക്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു സെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ അത് കാണുക. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് 3ാമത്തെ നമ്മുടെ എപ്പിസോഡാണ്. എന്നിരുന്നാലും നമ്മൾ അത് പറഞ്ഞതിന് ശേഷം ഒരു രണ്ടാമത്തേതായതുകൊണ്ട് ഞാൻ അതിനെ എപ്പിസോഡ് 2 എന്ന് വിളിക്കുന്നു. എനിവേ, നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മൾ സ്ട്രാറ്റജീസ് പറഞ്ഞിരുന്നു. ഞാനിത് ഈ ചാപ്റ്റർ പറയുമ്പോൾ ഇതിനകത്ത് 5 സ്റ്റാർ 3 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻസ് പറയൂട്ടോ. അപ്പൊ നിങ്ങൾ ഡബിൾ പാസ് വേണ്ടവരൊക്കെ അതെന്തായാലും എന്ത് ചെയ്യണം, പഠിച്ചു പോകണം. പാസ് മാർക്ക് വേണ്ടവർ എന്തായാലും ആ ഒരു 5 സ്റ്റാർ 3 സ്റ്റാർ പഠിക്കണം. A+ വേണ്ടവർ ഇതിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതിനകത്ത് പഠിച്ചു പോകണം എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കാര്യങ്ങളോട്ടെല്ലാം പറയാം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോഴാണ് A+ വരിക, അല്ലാണ്ട് ഓർഡർ വെച്ചിട്ടല്ല. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഏതൊക്കെയാണ് മസ്റ്റായിട്ട് പഠിക്കേണ്ടത് കൃത്യമായി മനസ്സിലാകും. മാത്രമല്ല വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും ആ ചാപ്റ്ററിന് ഇനി ഏതൊക്കെ രീതിയിൽ ഇതുവരെ വരാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ വരാം എന്നുള്ള രീതിയിൽ ഒരു ബോണസ് ആയിട്ടുള്ള ഒരു സ്ലൈഡുകളും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം എന്ന് പറയുന്നത്. കാരണം നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് ഒരുപാട് എനർജി, ഒരുപാട് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ ഒരു തുടക്കമാണ്. അപ്പം എപ്പിസോഡ് 2 ആണ്. ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടോ ഉടനെ വീഡിയോസ് വരും. അപ്പൊ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഹൈപ്പ്, കമന്റ്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ ആണ് നമ്മുടെ വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് അടുത്ത വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ സ്ട്രാറ്റജീസ് പറഞ്ഞിരുന്നു, എങ്ങനെയാണ് നിങ്ങൾ ആദ്യം ഏത് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിന്റെ വീഡിയോ കാണാത്തവർ അത് കാണുക. തൊട്ട് മുന്നേ ചെയ്തതാണ് എപ്പിസോഡ് 1. അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്യാം. ഒപ്പം ഇനി ചെയ്യുന്ന വീഡിയോകളുടെ ഒക്കെ ലിങ്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഡയറക്ട്ലി വരും. അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആകാൻ മറക്കേണ്ട. ഒപ്പം ഓക്കെ, അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ആൻഡ് എക്കോസിസ്റ്റം, അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പം പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണ്. ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കേൾക്കാം. ഇതിനകത്ത് എന്റെ അല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഇതൊക്കെ അറിയുന്നവരുണ്ടാകും, നമ്മുടെ ഫോളോവേഴ്സ് ഇതൊക്കെ അറിയുന്നവരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്റെ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അഡ്ഡപ്പടലം പൊട്ടിയവരെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് മികച്ച മാർക്കിലോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് മുൻ വർഷങ്ങൾ എന്നുള്ളതാണ്. അതിപ്പം ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിലെല്ലാം നമുക്ക് ആ രീതിയിലുള്ള അച്ചീവ്മെന്റ്സ് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഏത് സബ്ജക്റ്റും വളരെ സിമ്പിൾ ആക്കിയിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് നമ്മൾ കോഡുകളും ട്രിക്കുകളും ഒക്കെ ആക്കിയിട്ടാണ് പഠിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ റിസൾട്ടുകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു കേസൊക്കെ നോക്കൂ, നിങ്ങൾ ഫെയിൽ ആയി വന്ന ഒരു സ്റ്റുഡന്റ് ആണ്. +1 ഫിസിക്സിൽ 16 മാർക്കുമായിട്ട് ഫെയിൽ ആയി വന്നിട്ട് +2 അറൌണ്ട് 40 മാർക്കിലോട്ട് എത്തിക്കാൻ സാധിച്ചു. അതും വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ്. പലരും നമ്മുടെ ബാച്ചിലെ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കണ്ട് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ടുണ്ടായിരുന്നത്. ഇത് സാബാച്ചിന്റെ റിസൾട്ട് ആട്ടോ. സാബാച്ച് എന്ന് പറഞ്ഞാൽ +2 റിസൾട്ട് വന്ന് പിന്നെ വളരെ കുറഞ്ഞ സമയങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ ആ ഒരു സമയം കൊണ്ടാണ് ഈ റിസൾട്ടിലോട്ട് ഇവരെ എത്തിക്കാൻ സാധിച്ചത്. അത് തന്നെ 17, 30 അങ്ങനെ ഒത്തിരി കേസുകൾ, ഒരുപാട് കേസുകൾ. ഇവരൊക്കെ ഫെയിൽ ആയവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ മാർക്കാണ്, അതും കുറഞ്ഞ സമയം കൊണ്ട്. ഇവരൊക്കെ നമ്മുടെ റിസൾട്ട് വന്ന സമയം വിളിച്ച് പറഞ്ഞത് ഇവരൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ബാച്ചിൽ ജോയിൻ ആയത്. കുറച്ചുകൂടി നേരത്തെ ജോയിൻ ആയിരുന്നെങ്കിൽ മികച്ച മാർക്കിലോട്ട് എത്താവുന്നു എന്നുള്ള രീതിയിലാണ് അവർ അതിനകത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പയ്യന്റെ കേസ് നിങ്ങൾക്ക് കാണാം. +1 8 മാർക്കാണ് ഫിസിക്സിന്, +2 5 7 അഡ്ഡപ്പടലം പൊട്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തരണം എന്ന് പറഞ്ഞ് വന്നിട്ട് ബാച്ചിൽ ജോയിൻ ആയി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് 10-12 ക്ലാസ്സൊക്കെ ഫിസിക്സിന്, അതിനകത്ത് കെമിസ്ട്രിയും ഫെയിൽ ആയിട്ട് 2 കൂടി എടുക്കണമായിരുന്നു. അങ്ങനെ 2ലും അവർ പാസ്സായി. ഇന്നിപ്പം എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചെയ്ത് അവർ ലൈഫിൽ ഒരു ചേഞ്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ പലരുടെയും ലൈഫിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. SSLCയിലൊക്കെ മിനിമം A+ എന്ന് 3-4 A+ എന്ന് പറഞ്ഞാൽ മിനിമം അല്ലേ. ലാംഗ്വേജ് ഒക്കെ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പം എഴുതുന്ന മിക്ക പേർക്കും അതിനകത്ത് A+ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ 3-4 A+ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ട് ഇവരുടെ റിസൾട്ട് +1 റിസൾട്ട് കണ്ടോ. ഫിസിക്സിൽ റീവാലുവേഷൻ അപ്ലൈ ചെയ്ത് അറൌണ്ട് ഫുൾ മാർക്ക്, കെമിസ്ട്രിയിൽ അറൌണ്ട് ഫുൾ മാർക്ക്, ബയോളജിയിൽ അറൌണ്ട് ഫുൾ മാർക്ക്. മാത്സ് ഇവരുടെ സ്ട്രീം ആയിരുന്നില്ല കേട്ടോ. സ്കൂളിൽ ഇവർക്ക് മാത്സ് ഉണ്ടായിരുന്നില്ല. ഇവർ ലാബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രീം ആയിരുന്നു. ഒരു സൈഡായിട്ട് ഇനിയിപ്പോൾ മാത്സ് എന്തെങ്കിലും ആവശ്യം വന്നാലോ ഭാവിയിൽ എന്നുള്ള രീതിയിൽ, ഇനിയിപ്പം ചിലർക്ക് എക്കണോമിക്സ് അല്ലെങ്കിൽ മറ്റു കോഴ്സുകളൊക്കെ എടുക്കുമ്പോൾ മാത്സ് ആവശ്യം വരുമല്ലോ, അങ്ങനെയൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചെടുത്തതാണ്. അത് സൈഡായിട്ട് എക്സാമിന് വേണ്ടി മാത്രം പഠിച്ചതാണ്. നമ്മുടെ ബാച്ചിൽ നിന്ന് മാത്രം സ്കൂളിൽ അവർക്ക് ഉണ്ടായിരുന്നില്ല, പുറത്തുനിന്ന് പഠിച്ച് എഴുതാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഉപയോഗപ്പെടുത്തി ഒരു സൈഡായിട്ട് പഠിച്ചിട്ട് പോലും കണ്ടോ ഈ മാർക്കിലോട്ട് മാത്സിലൊക്കെ എത്താൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണ്, ഏതെങ്കിലും സബ്ജക്റ്റുകളൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. 77 36 70 70 45 കേട്ടോ. ഓക്കെ, അപ്പം 77 36 70 70 45. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ വാട്സ്ആപ്പ് ലിങ്ക് കമന്റ് ബോക്സിൽ വെക്കുന്നുണ്ട്. അപ്പൊ അതുവഴിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം.
എന്തായാലും നമ്മൾ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിലോട്ട് പോവുകയാണ്. ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ ഞാൻ 5 സ്റ്റാർ 3 സ്റ്റാർ എന്ന് പറയാം കേട്ടോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. കാരണം എന്താണ്, ഒരു സ്പീഷീസിന് എന്താണ് ഗുണമുണ്ട്, വൺ സ്പീഷീസ് ബെനിഫിറ്റ്, അതർ ഈസ് ഹാംഡ് ഓർ നോർ ബെനിഫിറ്റഡ്, നെയ്തർ ഹാംഡ് നോർ ബെനിഫിറ്റഡ്. ഒന്നിന് ഗുണവും ഇല്ല ദോഷവും ഇല്ല. അങ്ങനത്തെ റിലേഷൻ എന്താണ്, കമൻസാലിസമാണ്. ഉദാഹരണത്തിന് ഇപ്പം പശു എന്ത് ചെയ്യാണ്, പുല്ല് തിന്നുകയാണ്. അപ്പം പശു എന്ത് ചെയ്യും, പുല്ലിൽ ഇങ്ങനെ ആട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, പുല്ല് ഇളക്കൂലേ, ഇളക്കുന്ന സമയത്ത് പ്രാണികളൊക്കെ പാറൂലേ. അപ്പൊ പശുവിന് പ്രാണികൾ പാറുമ്പം ഇത് തിന്നാൻ വേണ്ടിയിട്ട്, പ്രാണികളെ കൊത്തി പിടിക്കാൻ വേണ്ടിയിട്ട് കൊക്ക് അവിടെ വന്നിരിക്കുന്നത് കാണാറുണ്ടോ? കൊക്കിന് ഗുണമല്ലേ, കൊക്കിന് പശു പുല്ല് ഇളക്കുമ്പോൾ പ്രാണികൾ പാറുമ്പോൾ കൊക്കിന് അത് പിടിക്കാം, കൊക്കിന് ഗുണമാണ്. പശുവിന് എന്തെങ്കിലും ഗുണമുണ്ടോ കൊക്ക് അവിടെ വന്നിരിക്കുന്നതുകൊണ്ട്? ഇല്ല. അപ്പം അതൊരു കമൻസാലിസമാണ്. ഒന്നിന് ഗുണമുണ്ട്, കൊക്കിന് ഗുണമുണ്ട്, പശുവിന് ഗുണവുമില്ല ദോഷവുമില്ല. അപ്പൊ അത്തരം റിലേഷനാണ് കമൻസാലിസം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അതിനെ നേരെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ജീവിക്ക് ഗുണവുമില്ല ദോഷമില്ല, എന്നാൽ മറ്റതിന് ദോഷമുണ്ട്, അത് അമൻസാലിസമാണ്. ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് അമൻസാലിസം പറയുമ്പോൾ വളരെ സിമ്പിൾ ആണെന്നേ. അതിനകത്തെ ആന ഇപ്പം പുല്ലും ചവിട്ടിക്കൊണ്ട് നടക്കാന്ന് വിചാരിച്ചോളൂ. പുല്ലിന് ദോഷമല്ലേ ആണ്, എന്നാൽ ആനക്ക് വല്ല കുഴപ്പമുണ്ടോ? പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ആന ചവിട്ടിട്ട് അങ്ങ് പോകുന്നേ, അതിനകത്ത് പുല്ലിനല്ലേ ദോഷം. അപ്പം എന്താണ് അത്തരം റിലേഷൻ, അതായത് ഒന്നിന് ദോഷമാണ്, പുല്ലിന് നെഗറ്റീവാണ്, എന്നാൽ ആനക്ക് എന്തില്ല, ഗുണവുമില്ല ദോഷവുമില്ല, ന്യൂട്രലാണ്. അപ്പൊ അത്തരം റിലേഷനാണ് അമൻസാലിസം. അതാണ് ഇവിടെ പറഞ്ഞത്. പോപ്പുലേഷൻ ഇന്ററാക്ഷൻ വേർ വൺ സ്പീഷീസ് ഈസ് ഹാംഡ്, ഒന്നിന് ദോഷമാണ്, മറ്റതിന് ഗുണവുമില്ല ദോഷവുമില്ല, അൺഅഫക്റ്റഡ് ആണ്. അപ്പൊ ഇതൊക്കെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോവുകയാണ്. ഇനി അങ്ങോട്ടേക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി അളക്കുക? പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് എത്രത്തോളം ആളുകൾ തിങ്ങിക്കൂടി ജീവിക്കുന്നുണ്ട് എന്ന്, അത്ര തന്നെ. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പ്രസന്റ് പെർ യൂണിറ്റ് ഏരിയ. ഒരു ഏരിയയിൽ യൂണിറ്റ് ഏരിയ എടുക്കുമ്പോൾ അവിടെ എത്ര ആളുകളുണ്ട് അറ്റ് എ ഗിവൺ ടൈം നമ്മൾ നോക്കുന്ന ആ ഒരു സമയത്ത്, ഇൻഡിക്കേറ്റഡ് ബൈ ദ ലെറ്റർ എൻ ആണ്. പിന്നെ അത് പല രീതിയിൽ നമുക്ക് പറയാം. പോപ്പുലേഷനിൽ ഇത്ര ആളുകൾ ഒരു സ്ഥലത്തുണ്ട് എന്നുള്ള നമ്പർ അനുസരിച്ച് പറയാം. അല്ലെങ്കിൽ പെർസെന്റേജ് കവർ ഓഫ് ബയോമാസ് ഇതിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം വലിയ ഒരു ആൽമരമാണ്. അപ്പൊ നമ്മൾ ഒരു ആൽമരം എന്ന് പറയുമ്പോൾ അതങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. 100 ചെറിയ ചെടികളും ഒരു വലിയ ആൽമരവും എന്ന് പറയുമ്പോൾ നമുക്കത് ആ പോപ്പുലേഷൻ ഡെൻസിറ്റി, അതിനെ പെർസെന്റേജ് ബയോമാസ് വെച്ചിട്ട് പറയുമ്പോൾ ആൽമരത്തിന് അവിടെ എന്ത് ചെയ്യും, ഒരു അഡ്വാൻറ്റേജ് കിട്ടും. അപ്പൊ എന്തായാലും അതിനകത്ത് പെർസെന്റേജ് കവർ ഓഫ് ബയോമാസ് എന്ന് പറയുന്നത് ആ ഒരു രീതിയിലാണ്. 200 പാർത്തീനിയം പ്ലാന്റും 1 ലാർജ് ബനിയൻ ട്രീയും എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പർ പറയുമ്പോൾ അത് നമുക്കൊരു ബനിയൻ ട്രീ ഒന്നല്ലേ ഉള്ളൂ, 200 പാർത്തീനിയം ചെടികൾ ഇല്ലേ എന്ന് വിചാരിക്കും. പാർത്തീനിയം പക്ഷേ ചെറുതല്ലേന്ന്. ഒരു ബനിയൻ ട്രീ നൽകുന്ന അതിന്റെ ബയോമാസ് എന്ന് പറയുന്നത് വളരെ വലുതല്ലേ. അപ്പൊ നമ്മൾ അവിടെ നമ്പർ പറഞ്ഞാൽ ശരിയാവത്തില്ല അതിന്റെ ആ ഒരു കൃത്യമായിട്ട്. അപ്പം ബനിയൻ ട്രീയുടെ റോളാണ് അവിടെ വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പെർസെന്റേജ് കവർ ഓഫ് ബയോമാസ്, അത് എത്രത്തോളം ബയോമാസ് അതിനകത്തുണ്ട് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പം അത്തരം കേസുകളിൽ പെർസെന്റേജ് കവർ ഓഫ് ബയോമാസ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ റിലേറ്റീവ് പോപ്പുലേഷൻ ഡെൻസിറ്റി. നമ്മളിപ്പോ ഒരു കുളത്തിൽ എത്ര മീനുണ്ട് എന്ന് എണ്ണി നോക്കാൻ വേണ്ടിയിട്ട് കുളം ഇങ്ങനെ ഫുള്ള് വാർത്ത് വറ്റിച്ച് കുളത്തിൽ ഓരോ മീനുകൾ എണ്ണാൻ പോയാൽ നടക്കുന്ന പരിപാടിയാണോ? നമ്മൾ എന്ത് ചെയ്യുക, ഒരു വല ഇട്ടിട്ട് അങ്ങ് മീനിനെ പിടിക്കുക. നിറയെ മീനുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ കുളത്തിൽ എന്തുണ്ട്, ഒരുപാട് മീനുകൾ. അപ്പൊ റിലേറ്റീവ് ആയിട്ട് നമ്മൾ നോക്കുകയാണ്, അല്ലാണ്ട് എല്ലാം എണ്ണി നോക്കുന്നില്ലല്ലോ. അപ്പൊ അതൊക്കെ ചോദിക്കാം. എന്താണ് നമ്പർ ഓഫ് ഫിഷ് കോട്ട് ഓർ ട്രാപ്ഡ് ഈസ് യൂസ്ഡ് ടു മെഷർ പോപ്പുലേഷൻ ഡെൻസിറ്റി. 2025 വന്നതാട്ടോ ഈ സംഭവങ്ങൾ. 2025 ബോട്ടണിയെ കുറച്ച് ടഫായി വന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്. പിന്നെ കോളനീസ് കൗണ്ട് ചെയ്യാം. ബാക്ടീരിയനെ ഇപ്പൊ ഓരോ ബാക്ടീരിയയും കൗണ്ട് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ അതിനെ കോളനി കൗണ്ട് ചെയ്താൽ പോരെ. അങ്ങനെ. അപ്പം അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുന്ന പോപ്പുലേഷൻ ഡെൻസിറ്റി മെഷർ ചെയ്യുന്ന രീതികളാണ്. ടൈഗർ ഇപ്പൊ കടുവേനെ നേരെ പോയിട്ട് എത്ര കടുവ ഉണ്ട് എണ്ണി നോക്കി പോയി കഴിഞ്ഞാൽ എണ്ണാൻ പോയ ആള് പിന്നെ കാണൂല. അപ്പൊ അതുകൊണ്ട് കടുവ പോയ വഴികള്, അതിന്റെ കാൽപ്പാടുകൾ നോക്കിയിട്ട്, പഗ്മാർക്ക് നോക്കിയിട്ട്, കടുവയുടെ അതിന്റെ മലവിസർജനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട്, എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് കടുവകളുടെ എന്ത് ചെയ്യാം, ആ ഒരു അളവ് എത്രത്തോളം ഉണ്ടെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാണ്. അതെ. അപ്പൊ അതൊക്കെയാണ് ഇതിനകത്ത് കാര്യങ്ങൾ. ഇനി മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജീവി ഒരു സ്ഥലത്തോട്ട് വരികയാണെങ്കിൽ അവിടെ ചെറിയ ജീവികളും വലിയ ജീവികളും ഒരുമിച്ച് നിൽക്കുമ്പോൾ, വലിയ ജീവികൾ ഇപ്പൊ ഒരു എന്താ പറയാ, ആമകൾ ഇങ്ങനെ പുല്ല് തിന്ന് ജീവിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കും. അവിടേക്ക് നമ്മൾ എന്ത് ചെയ്തു, ആടുകൾ അങ്ങ് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ആമകളെ പുല്ലൊക്കെ ആടുകൾ അങ്ങ് പെട്ടെന്ന് തിന്നിട്ട് ആമകൾക്ക് പുല്ല് കിട്ടാണ്ടായിട്ട് ആമകൾ നശിച്ചു പോകില്ലേ. അപ്പൊ അങ്ങനെ വലിയ ഒരു സുപ്പീരിയർ സ്പീഷീസ് വരുമ്പോൾ ഇൻഫീരിയർ സ്പീഷീസ് ഇല്ലാണ്ടാകും എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഗോഷിന്റെ കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അങ്ങനെ ഒരു സംഭവം. അപ്പൊ മക്കാർദർ പറഞ്ഞത് ഇതൊക്കെ കുറച്ച് ടഫാ, 2025 ഇങ്ങനെയാ വന്നത്, അപ്പൊ ടഫും വരും, മനസ്സിലായില്ലേ. മക്കാർദർ എന്താ പറഞ്ഞത്, അങ്ങനെയൊന്നും ഇല്ലാന്നേ, ഒരു ജീവി വന്നെന്ന് വിചാരിച്ച് മറ്റു ജീവി അവിടുന്ന് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലാന്നേ, അവരെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളൂ, മെക്കാനിസംസ് ഒക്കെ ഇവോൾവ് ചെയ്യും, അതാണ് പറഞ്ഞത്. അപ്പൊ അതാണ് അവരെ ഒരുമിച്ച് ജീവിക്കുമെന്ന് പറയുന്ന സംഭവം. നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാനാണ്. ദ സ്പീഷീസ് ഫേസിംഗ് കോമ്പറ്റീഷൻ മൈറ്റ് ഇവോൾവ് മെക്കാനിസംസ്. അപ്പൊ മത്സരം വരുമ്പോൾ ചെറിയ ജീവികളൊക്കെ എന്ത് ചെയ്യും, മെക്കാനിസംസ് അവർ തമ്മിൽ ഇവോൾവ് ചെയ്തിട്ട് അവർ പരസ്പരം എന്ത് ചെയ്യും, ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ശ്രമിക്കും എന്ന് പറയുന്ന സംഭവമാണ്.
സോ ഈ ഒരു കോ എക്സിസ്റ്റൻസ് ബൈ റിസോഴ്സ് പാർട്ടീഷനിങ് എന്നുള്ള ഒരു സംഭവമാണ് ഇവിടെ ഈ മക്കാർദർ പറഞ്ഞ സംഭവം. അതായത് രണ്ട് സ്പീഷീസുകൾ അവിടെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ തീറ്റ എടുക്കുന്ന രീതികളിൽ മാറ്റം വരുത്തും, അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഏരിയകളിൽ മാറ്റം വരുത്തും. ഉദാഹരണത്തിന് ഇപ്പൊ മക്കാർദർ പറഞ്ഞത് 5 റിലേറ്റഡ് ആയിട്ടുള്ള വാർബ്ലേഴ്സ്. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇവര് ചില വാർബ്ലേഴ്സ് മരത്തിന്റെ താഴെ വന്നിട്ട് താമസിക്കും, ചിലർ മുകളിൽ ടോപ്പിൽ നിൽക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ കോമ്പറ്റീഷൻ എന്ത് ചെയ്യും, കുറച്ചുകൂടി കുറഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് അവർക്ക് നിൽക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഇവിടെ മക്കാർദർ പറഞ്ഞത്. അപ്പൊ മക്കാർദർ showed that 5 closely related species of warblers living on the same tree coexist due to behavioral differences in their foraging activities. No species is eliminated. അപ്പൊ ഒന്നുമില്ലാന്ന് ഇത് കണ്ട് പേടിക്കേണ്ട. ഒരു മരത്തിൽ തന്നെ വാർബ്ലേഴ്സ് എന്ന് പറഞ്ഞാൽ 5 കാറ്റഗറി വാർബ്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ടൈപ്പ് ഓഫ് ബേർഡ്സുകളാണ്. അപ്പൊ 5 ടൈപ്പ് വാർബ്ലേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. അവരില്ലാണ്ടായി പോകുന്നില്ല, ഒന്ന് വന്നെന്ന് വിചാരിച്ച് മറ്റത് ഇല്ലാണ്ടാവുന്നില്ല. അവർ പല പല സ്ഥലങ്ങളിലൊക്കെ നിന്നിട്ട് അവർ തീറ്റെടുത്ത് ജീവിക്കും. അതാണ്. അപ്പൊ റിസോഴ്സ് പാർട്ടീഷനിങ് ആണ്. അവരെന്ത് ചെയ്യാണ്, വീതം വെക്കുകയാണ്. അവർക്ക് വേണ്ട ഫുഡുകൾ ഒക്കെ വീതം വെച്ചാണ് പല പല സ്ഥലങ്ങളിൽ നിന്ന് ജീവിക്കാൻ. പിന്നെ അതിനകത്ത് മറ്റൊരു റിലേഷൻ ആണ് മ്യൂച്വലിസം. എന്താണ്? മോസ്റ്റ് സ്പെക്ടാക്കുലർ ആൻഡ് എവല്യൂഷണറി ഫാസിനേറ്റിംഗ് എക്സാമ്പിൾസ് ഓഫ് മ്യൂച്വലിസം ആർ ഫൗണ്ട് ഇൻ പ്ലാന്റ് അനിമൽ റിലേഷൻഷിപ്പ്. അപ്പൊ ചെടികളും മൃഗങ്ങളും തമ്മിൽ എന്തുണ്ട്, മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതിന് എക്സാമ്പിൾ പറയാനാണ്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയാം, എലൂസിഡേറ്റ് വിത്ത് എക്സാമ്പിൾ. പോളിനേഷൻ. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തേനീച്ച ഫ്ലവറിൽ പോളിനേറ്റ് ചെയ്യല്ലേ. അപ്പൊ നമ്മുടെ തേനീച്ചക്ക് അവിടെ എന്ത് കിട്ടുകയാണ്? തേനീച്ചക്ക് അതിനകത്ത് തേൻ കിട്ടുകയാണ്. എന്നാലും ഫ്ലവറിനോ അതിന്റെ അടുത്ത തലമുറ അതിലെ പെൺബീജത്തിലോട്ട് ആൺബീജം വന്ന് വീഴുകയാണ്. കാരണം തേനീച്ച പലയിടത്തും വന്ന് പോയിട്ട് വരികയാണ്. അപ്പൊ അതിലെ ആൺബീജത്തിന്റെ പൊടികൾ തേനീച്ചയുടെ ചിറകിലെ ദേഹത്തൊക്കെ ഉണ്ടാകും. അത് പെൺപൂവിന് വീഴുമ്പോൾ അവിടെ പോളിനേഷൻ നടക്കും, സീഡ് ഉണ്ടാകും. അതുപോലെ തന്നെ സീഡ് ഡിസ്പേഴ്സലും ഒരു മ്യൂച്വലിസത്തിന്റെ എക്സാമ്പിൾ ആണ്. അതായത് സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷി ഫ്രൂട്ട് കഴിച്ചിട്ട് അതിന്റെ വിത്ത് എന്ത് ചെയ്യും, അതിന്റെ ദഹന വ്യവസ്ഥയിലൂടെ പോയിട്ട് അത് മലമായിട്ട് വിസർജിക്കുന്ന സമയത്ത് അതിന്റെ കുരു, അതിന്റെ വിത്ത് എന്ത് ചെയ്യാം, എവിടെയെങ്കിലൊക്കെ വീണിട്ട് അത് മുളയ്ക്കാം. അപ്പൊ പ്ലാന്റിന് എന്താ, പ്ലാന്റിൽ അതിന്റെ വിത്ത് പലയിടത്തെത്തി. പക്ഷേ അതിനകത്ത് പക്ഷിക്ക് എന്താണ്, പക്ഷിക്ക് ആ ഒരു പഴം കിട്ടി, അത് തിന്ന് ഭക്ഷിക്കാൻ പറ്റി എന്നുള്ള രീതിയിൽ ഒരു മ്യൂച്വലിസം. അതുപോലെ തന്നെ അത്തിപ്പഴവും കടുന്നലും. അത്തിപ്പഴത്തിന് എന്താ, അത്തിപ്പഴത്തിന് അതിനകത്ത് ഫ്ലവറിൽ വന്നിട്ട് ഈ കടുന്നൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും, പോളിനേഷൻ നടക്കും, അതിന്റെ വിത്തുണ്ടാവും. കാരണം ഈ കടുന്നൽ പല പല സ്ഥലത്ത് വന്നിരിക്കുന്നതാണ്. അത്തിപ്പഴത്തിന് എന്താണ്, ഈ കടുന്നൽ പല പല സ്ഥലത്ത് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അതിനെന്താണ്, പോളിനേഷൻ നടക്കും. കടുന്നലിനോ, കടുന്നലിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അത്തിപ്പഴത്തിൽ വന്നിട്ട് മുട്ടയിടാനുള്ള ഒരു സ്ഥലം കിട്ടും. ഈ അത്തിപ്പഴത്തിന്റെ പോളിനേഷൻ നടന്നതിന്റെ സീഡ് വിത്തുണ്ടാവുന്ന ഓവറിയിലാണ്. ഓവറിയിൽ എന്ത് ചെയ്യും, ഈ കടുന്നൽ മുട്ടയിടും. അപ്പൊ കടുന്നലിന് ഗുണമാണ്, അത്തിപ്പഴത്തിനും ഗുണം, ഫ്ലവറിനും ഗുണമാണ്. അപ്പൊ ഇതൊരു മ്യൂച്വൽ റിലേഷൻഷിപ്പാണ്. അത് മാത്രമല്ല ഈ അത്തിപ്പഴത്തിന്റെ ഓവറിയില് വിത്തുകളായി വരുമല്ലോ, ആ വിത്തുകൾ ഇനി എന്ത് ചെയ്യാം, ഈ ഒരു എന്താ പറയാ കടുന്നലിന്റെ കുഞ്ഞുങ്ങളെ വളർന്നു വരുന്ന ലാവകൾ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, ഭക്ഷണമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ അതാണ്. അപ്പം ഈ രീതിയിൽ അതിനകത്ത് ഫിഗിന് എന്ത് ചെയ്യും, ഫുഡ് കിട്ടും. ഇൻ റിട്ടേൺ ഫിഗ് എന്ത് ചെയ്യും, ഈ ഒരു വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഫുഡും കൊടുക്കും. അതുപോലെ തന്നെ മുട്ടയിടാൻ സ്ഥലവും കൊടുക്കും, സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എഗ് ലേയിങ്. അതുപോലെ തന്നെ പോളിനേഷൻ അവിടെ നടക്കുകയും ചെയ്യും. ഇനി ഓർക്കിഡ് ഓഫീസിന്റെയും ബീയുടെയും ഒരു രസകരമായ കഥയാണ്. ഓർക്കിഡ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പൂവാണ്, ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അതിന്റെ പൂവിന്റെ എതൾ എന്താണ്, ഒരു പെൺ തേനീച്ചയെ പോലെ തന്നെ ഇരിക്കും. അപ്പം മെയിൽ ആൺ തേനീച്ച എന്ത് വിചാരിക്കും, ഇത് തന്റെ പെൺ തേനീച്ചയാണെന്ന് വന്ന് അവിടെ ഇരിക്കും. അതിനകത്ത് സ്യൂഡോ കോപ്പുലേഷൻ എന്നുള്ള രീതിയിൽ അതിനകത്ത് ശരിക്കുമുള്ള ഒരു ഇണചേരലല്ല, ഫാൾസ് ആയിട്ടുള്ള ഒരു ഇണചേരലാണ്. അപ്പൊ അതിനകത്ത് മെയിൽ ബി എന്ത് വിചാരിക്കും, ഇത് തന്റെ ഫിമെയിൽ ബി ആണെന്ന് വിചാരിച്ചിട്ട് അവിടെ വന്നിരിക്കും. അപ്പം അവിടെ സ്യൂഡോ കോപ്പുലേഷൻ ആണ്, ആക്ച്വലി ഒരു കോപ്പുലേഷൻ അവിടെ നടക്കുന്നില്ല. പക്ഷെ അതുകൊണ്ട് അവിടെ എന്ത് നടക്കുന്നുണ്ട്, പോളിനേഷൻ നടക്കുന്നുണ്ട്. ആ ഫ്ലവറിന് എന്ത് ചെയ്യും, പോളിനേഷൻ നടക്കും. അപ്പം തേനീച്ചക്ക് എന്ത് കിട്ടും, തേനീച്ചക്ക് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആക്ച്വലി അത് തന്റെ ഇണയല്ലെങ്കിലും അത് ഫിമെയിൽ ബി ആണെന്നുള്ള രീതിയിൽ അവിടെ ഇണചേരൽ അവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് സെക്ഷലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പൊ രണ്ടുപേർക്കും ഗുണമുണ്ട്. അപ്പം ഇതിനെയാണ് നമ്മൾ ആക്ച്വലി ഒരു സെക്ഷൽ ഡിസീറ്റ് ആണ്, അതൊരു ആ ഒരു ചെടി എന്ത് ചെയ്യാണ്, പറ്റിക്കല്ലേ തേനീച്ചയെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. ഇതിനെയാണ് മ്യൂച്വലിസം എന്ന് വിളിക്കും. അപ്പൊ അതൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് ഭയങ്കര 5 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ ആട്ടോ. നേരത്തെ പറഞ്ഞത് ഇതെല്ലാം നാം പറഞ്ഞതെല്ലാം 5 സ്റ്റാർ തന്നെയാട്ടോ, കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, വിട്ടുകളയരുത്. 2 ഗ്രാഫുകളാണ്. ഈ ഗ്രാഫ് ഏതാണ്? അപ്പൊ നമുക്കറിയാം, ഈ ഫസ്റ്റ് കാണിച്ച ഗ്രാഫ് ഇത് ജെ ഷേപ്ഡ് ഗ്രോത്ത് കർവാണ്. ഇതെന്താണ്, ജെ ഷേപ്ഡ് ഗ്രോത്ത് കർവാണ്. ഇത് കണ്ടോ, ഇതങ്ങ് വളരെയാണെന്ന് ഒരു പ്രകൃതിയിലെ ഇപ്പം നിറയെ ഫുഡ് അങ്ങ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരൊക്കെ അങ്ങ് പെരുകൂലേ. ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ വളർച്ച അങ്ങ് പെരുകും. അത്തരം ഒരു അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് ഉണ്ടെങ്കിൽ അത്തരം ഗ്രോത്തിനെ നമ്മൾ ജെ ഷേപ്ഡ് ഗ്രോത്ത് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്നാണ് വിളിക്കുക. അപ്പം അത് ഫുഡ് അൺലിമിറ്റഡ് ആണെങ്കിൽ അതിന്റെ ഇക്വേഷനോട് നോട്ട് ചെയ്ത് വെച്ചോളൂ, ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം. ഇനി ഇതെന്താണ്, ഇത് സാധാരണ നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. അതായത് ഇങ്ങനെ മുകളിലോട്ടല്ല ഇങ്ങോട്ട്. അപ്പൊ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്.
അതായത് നാച്ചുറൽ എൻവയോൺമെന്റിൽ എങ്ങനെ വളരും എന്നുള്ള രീതിയിൽ. അതായത് ആദ്യമൊക്കെ വളർച്ച എന്തായിരിക്കും, ഒരു ലാഗ് ഫേസ് ഉണ്ടാകും, പിന്നെ അങ്ങ് പെട്ടെന്ന് ഒരു വളർച്ച ലോഗ് ഫേസ്, പിന്നെ സ്റ്റേഷനറി ഫേസ്. അപ്പൊ ആ രീതിയിലാണ് അതിനകത്ത് പൊതുവെയുള്ള വളർച്ചാ കാര്യങ്ങൾ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലോജിസ്റ്റിക് ഗ്രോത്ത് എന്ന് വിളിക്കുന്നത്. അപ്പൊ രണ്ട് ഗ്രോത്ത് കർവുകൾ ഉണ്ട്. ഒന്ന് എന്താണ്, ജെ ഷേപ്ഡ് ഗ്രോത്ത് കർവ്, എക്സ്പോണൻഷ്യൽ, ഇത് പഠിക്കുക. പിന്നെ ഇത് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവാണ്, അതിനകത്ത് അത് പഠിക്കുക. പിന്നെ ഇതിനകത്ത് കെ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, കെ എന്ന് പറഞ്ഞാൽ മാക്സിമം ക്യാരിയിങ് കപ്പാസിറ്റിയാണ്, അത് പഠിച്ചു പോയിക്കോളൂ. പിന്നെ അതൊക്കെ നമ്മൾ പറഞ്ഞു. റിസോഴ്സസ് അൺലിമിറ്റഡ് ആണെങ്കിൽ ഏത് ഗ്രോത്ത് കർവാണ്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. അതുപോലെ തന്നെ റാപ്പിഡ്ലി ഗ്രോ ചെയ്യും. ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് അതിനെ ബെറൂൾസ്റ്റ് പേൾ ഗ്രോത്ത് കർവ് എന്നും അതിനകത്ത് പറയാറുണ്ട് കേട്ടോ, ബെറൂൾസ്റ്റ് പേൾ ഗ്രോത്ത് കർവ്. അപ്പൊ അത് ചോദിച്ചാലും എന്താണ്, ലോജിസ്റ്റിക് ഗ്രോത്ത് കർവാണ്, മോർ റിയലിസ്റ്റിക് ആണ്. ലിമിറ്റഡ് റിസോഴ്സസ് ആണെങ്കിലാണ് അത് കാണിക്കുക, സിഗ്മോയിഡ് ഷേപ്പ്, എസ് ഷേപ്പ് എന്നൊക്കെ വിളിക്കാം. അപ്പൊ അതാണ് നമ്മുടെ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്. പിന്നെ കെ എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കാറുണ്ട്, കെ എന്താണ്. സോ ഇവിടെ കെ എന്ന് പറയുമ്പോൾ മാക്സിമം ക്യാരിയിങ് കപ്പാസിറ്റി ആണ്. ഒന്നുമില്ലാന്നേ, ഒരു പോപ്പുലേഷനിൽ മാക്സിമം നമ്പർ ഓഫ് ആ ഒരു പോപ്പുലേഷനെ താങ്ങാൻ പറ്റുന്ന, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, അതിന്റെ ആ ഒരു ഫുഡ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഡിവിജ്വൽസിന്റെ എണ്ണം, അത്രയേ ഉള്ളൂ. maximum number of individuals of a particular species that a specific environment can sustain over a long period. അപ്പം അതിനകത്ത് ഒരു പോപ്പുലേഷനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം മാത്രമേ ഉള്ളൂ. അതിനകത്ത് അത് പഠിച്ചു വെക്കുക. പിന്നെ കാറ്റിൽ, ഇഗ്രറ്റ്, ഗ്രേസിംഗ് കാറ്റിൽ നമ്മൾ പറഞ്ഞു, ഇത് ഏത് റിലേഷൻഷിപ്പ് ആണെന്ന് പറയാനാണ്. ഇത് കമൺസാലിസമാണ്. അതായത് പശു അവിടെ പുല്ല് തിന്നാൻ വരുമ്പോൾ കൊക്ക് അവിടെ വരുന്നത് ഏത് റിലേഷനാണ്, കൊക്കിന് ഗുണമാണ്, കാരണം പ്രാണികൾ കിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇത് ഏത് റിലേഷനാണ്, കമൺസാലിസമാണ്. പശുവിന് അതുകൊണ്ട് കൊക്ക് ഇരിക്കുന്നതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഗുണമോ ദോഷമോ ഉണ്ടോ, ഇല്ലല്ലോ. അപ്പം ഒന്നിന് ന്യൂട്രലാണ്, പശുവിന് ന്യൂട്രലാണ്, കൊക്കിനെ അതിനകത്ത് ബെനിഫിറ്റ് ആണ്. അപ്പൊ ഇഗ്രറ്റ്, കാറ്റിൽ ഇഗ്രറ്റ് എന്ന് പറഞ്ഞാൽ കൊക്കിനെ പോലുള്ള ആ ഒരു പക്ഷിയാണ്. ഗ്രേസിംഗ് കാറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, പശുവാണ്. ഫിഗ് ട്രീ, വാസ്പ്, ഫിഗ് ട്രീയും വാസ്പ് നമ്മൾ പറഞ്ഞല്ലോ, കടുന്നലും അത്തിപ്പഴം. കടുന്നലിനും ഗുണമുണ്ട്, അത്തിപ്പഴത്തിനും ഗുണമുണ്ട്. പിന്നെ കസ്ക്യൂട്ട എന്താണ്, അതൊരു പാരസൈറ്റ് ആണ്. ഈ കസ്ക്യൂട്ട എന്ന് പറയുമ്പോഴേ അതിന് ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഴിവൊന്നുമില്ല. അതൊരു ഹെഡ്ജ് പ്ലാന്റിൽ വന്നിട്ട് ആ ഹെഡ്ജ് പ്ലാന്റ് ഉണ്ടാക്കിയ ഭക്ഷണം വലിച്ചെടുക്കുക ചെയ്യാം. അപ്പൊ കസ്ക്യൂട്ട ഹെഡ്ജ് പ്ലാന്റ് റിലേഷൻ എന്താണ്, പാരസൈറ്റിസമാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ പഠിച്ചു വെക്കുക. എന്താണ് കമൺസാലിസം എന്ന് ചോദിക്കാം. ഇന്ററാക്ഷൻ ഇൻ വിച്ച് വൺ സ്പീഷീസ് ബെനിഫിറ്റ്സ് വൈൽ ദ അതർ ഈസ് നെയ്തർ ഹെൽപ്ഡ്, നെയ്തർ ബെനിഫിറ്റഡ് നോർ ഹാംഡ് എന്ന് എഴുതിയാൽ മതി. ഹെൽപ്ഡ് എന്ന് എഴുതിയാൽ കുഴപ്പമില്ല. ഓക്കെ, നോർ ഹാംഡ് ആണ്. അപ്പൊ ഇതിനകത്ത് അത് സംഭവങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഇഗ്രറ്റ് അതിന്റെ എക്സാമ്പിൾ സംഭവങ്ങൾ എഴുതി. ഫിഗ് ട്രീ, വാസ്പ് അത് മ്യൂച്വലിസം ആണ്. ബോത്ത് സ്പീഷീസും എന്താണ്, അതിനകത്ത് ഗുണമാണ്. പിന്നെ കസ്ക്യൂട്ട വൺ ഹെഡ്ജ് പ്ലാന്റ് എന്താണ്, പാരസൈറ്റിസം ആണ്. ഒരു സ്പീഷീസിന് ഗുണമാണ്, മറ്റതിന് എന്താണ്, ദോഷമാണ്. പിന്നെ അതിനകത്ത് നമ്മൾ ഓർക്കിഡ്, ഓഫ്രീസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. തേനീച്ച അതെന്താണ്, മ്യൂച്വലിസം ആണ്. രണ്ടുപേർക്കും ഗുണമുണ്ട്. ഓർക്കിഡിന് എന്താണ്, പോളിനേഷൻ നടക്കും ചെടിക്ക്. തേനീച്ചക്കോ അതിന്റെ പെൺ ഇണയാണെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നതെങ്കിലും അതിന് സെക്ഷലി സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പിന്നെ ചെള്ള്, തേന് ഒക്കെ, ടിക്ക്, ലൈസ് ഒക്കെ എന്താണ്, ഇപ്പൊ നായിലൊക്കെ അതിനകത്ത് എന്ത് ചെയ്യാം, ടിക്കുകൾ ഇരിക്കാം. അതെന്താണ്, പാരസൈറ്റ് ആണ്. അവരെന്ത് ചെയ്യാണ്, അതിന്റെ ബ്ലഡ് ഒക്കെ ഊറ്റി കുടിക്കുന്നതാണ്. അപ്പം അതിനകത്ത് ബാർനക്കിൾ ആൻഡ് വെയില്, വെയില്, നീലത്തിമിംഗലത്തിൽ ഇരിക്കുന്ന ഒരു ചെറിയ ജീവികളാണ് എന്ത്, ബാർനക്കിൾസ്. ബാർനക്കിൾസിന് എന്താ ഗുണം, ബാർനക്കിൾസിന് തിമിംഗലം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴേ ബാർനക്കിൾസിന് അവിടെ പുതിയ പുതിയ ഏരിയകൾ എക്സ്പ്ലോർ ചെയ്യാം, പുതിയ ഫുഡുകൾ കിട്ടാം. ബാർനക്കിൾസിന് പുതിയ പുതിയ ഏരിയയിലോട്ട് എത്തും. തിമിംഗലത്തിന് ബാർനക്കിൾ ഇരിക്കുന്നതുകൊണ്ട് വല്ല ഗുണമുണ്ടോ ദോഷമോ ഉണ്ടോ, ഇല്ല. അപ്പൊ അതൊരു കമൺസാലിസമാണ്. പിന്നെ ഫംഗസും ഫോട്ടോസിന്തറ്റിക് ആൽഗയുമാണ് കാണുന്നില്ലെങ്കിൽ ഫംഗസ് ആൻഡ് ഫോട്ടോസിന്തറ്റിക് ആൽഗെ. അപ്പൊ ഒന്നുമില്ലാന്നേ, ഫംഗസും ആൽഗയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഫാലി എന്നാണ് വിളിക്കുക. അപ്പം ലൈക്കൻ ആണ്. ഞാനൊരു കോഡ് പറഞ്ഞതാണ്. ഫംഗസ് പ്ലസ് ആൽഗെ എന്താണ്, ലൈക്കൻ ആണ്. അപ്പൊ ഫാലി, മനസ്സിലായില്ലേ, ഫാലി. അപ്പൊ ഫംഗസ് എന്ത് ചെയ്യും, ഈ ഒരു മണ്ണിന്നൊക്കെ ന്യൂട്രീഷൻ, പോഷകങ്ങൾ വലിച്ചെടുത്ത് ആൽഗയ്ക്ക് കൊടുക്കും. ആൽഗയോ, ആൽഗ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഫംഗസിന് കൊടുക്കും, കാർബോഹൈഡ്രേറ്റ്സ്. അപ്പൊ ആ ഒരു റിലേഷനാണ്, മ്യൂച്വലിസം ആണത്. അപ്പൊ ബാർനക്കിൾ, വെയിൽ കമൺസാലിസമാണ്. അതാണ് നമ്മൾ എക്സ്ട്രാ പഠിച്ചിട്ടുള്ളത്. ടിക്ക്, ഡോഗ് പാരസൈറ്റിസം ആണ്. അതൊക്കെ ഇനി വരും. പിന്നെ ഈ ഒരു റിലേഷൻ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു 5 സ്റ്റാർ കാറ്റഗറിയാണ്. അപ്പൊ ഇതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷൻ, ഞാനൊരു പോപ്പുലേഷൻ വരയ്ക്കാം. ഇവിടെ ഈ ഒരു പോപ്പുലേഷൻ വരയ്ക്കുമ്പോൾ ഈ പോപ്പുലേഷനിലോട്ട് ആളുകൾ ഇങ്ങനെ വരുമല്ലോ, ആളുകൾ പോകും ചെയ്യുമല്ലോ. ഇങ്ങോട്ടേക്ക് ആളുകൾ ഇതിനകത്ത് നാറ്റാലിറ്റി, പോപ്പുലേഷന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ്. ഇതെന്താണ്, പോപ്പുലേഷൻ ഡെൻസിറ്റി. അപ്പൊ ഇതിലെ സംഭവങ്ങൾ നടക്കുന്നത് ഒന്ന് നാറ്റാലിറ്റി ആണ്. നാറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ബർത്ത് ഡ്യൂറിങ് എ ഗിവൺ ടൈം പീരീഡ്. നമ്മൾ നോക്കുന്ന സമയത്ത് ജനിക്കുന്ന ആളുകളുടെ എണ്ണം. ഒരുപാട് ആളുകൾ ജനിക്കുന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലല്ലേ. അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. ഇനി ആളുകൾ മരിച്ചാലോ, അത് ഇല്ലാണ്ടായി പോവാണ്. അപ്പൊ മോർട്ടാലിറ്റി, അപ്പൊ ആളുകളുടെ മരണം എന്താണ്, പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയ്ക്കുകയാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കും, പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടുന്നത് ഏതൊക്കെയാണ്? കൂട്ടുന്നത് ജനനമാണ്, കുറയ്ക്കുന്നത് മരണവും. അതുപോലെ തന്നെ ഒന്നാണ് ഇമിഗ്രേഷൻ. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരിക. ഇപ്പൊ ഉദാഹരണത്തിന് വേറെ എവിടെന്നെങ്കിലും ആളുകൾ എന്ത് ചെയ്തു,
ഇങ്ങോട്ട് വന്ന് പോപ്പുലേഷനിലോട്ട് ആളുകൾ കൂടൂലേ? അപ്പൊ അത് ഇമിഗ്രേഷൻ എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടും. എമിഗ്രേഷൻ എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയ്ക്കും. ആളുകൾ പോവുകയാണ്, ഈ പോപ്പുലേഷൻ ആളുകൾ വിട്ട് വേറെ പോപ്പുലേഷനിലോട്ട് വേറെ സ്ഥലത്തോട്ട് പോവാണ്. അപ്പൊ അതുകൊണ്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയ്ക്കും. അപ്പൊ ഇൻക്രീസിങ് ഏതൊക്കെയാണ്? നാറ്റാലിറ്റി, ജനനവും ആളുകൾ വരുന്നതും. പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയ്ക്കുന്നത് ഏതാണ്? മരണവും ആളുകൾ അവിടുന്ന് പോകുന്നതും. അപ്പൊ അത്രയേ ഉള്ളൂ. അതൊക്കെ വളരെ സിമ്പിൾ അല്ലേ? പിന്നെ എന്താണ് നാറ്റാലിറ്റി, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, മോർട്ടാലിറ്റി എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എഴുതിയിട്ടുണ്ട്. ജനനം, നമ്പർ ഓഫ് ബർത്ത് ഡ്യൂറിംഗ് എ ഗിവൺ പീരീഡ് ഇൻ ദ പോപ്പുലേഷൻ, അതിനെയാണ് നമ്മൾ ഇത് വിളിക്കുന്നത് നാറ്റാലിറ്റി എന്ന് വിളിക്കുന്നത്. മോർട്ടാലിറ്റി എന്ന് വിളിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് ഡെത്ത്സ് ഇൻ എ പോപ്പുലേഷൻ ഡ്യൂറിംഗ് എ ഗിവൺ പീരീഡ്. മരണം, അതിനെയാണ് മോർട്ടാലിറ്റി എന്ന് വിളിക്കുന്നത്. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്തേക്ക് വരുന്നവരുടെ എണ്ണം, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് സം സെയിം സ്പീഷീസ് ദാറ്റ് ഹാവ് കം ഇൻ ടു ദ ഹാബിറ്ററ്റ്, ആ ഒരു ഹാബിറ്ററ്റിലോട്ട് വന്ന ഇൻഡിവിജ്വൽസിന്റെ എണ്ണം. ഫ്രം എൽസ്വെയർ, വേറെ എവിടെന്നെങ്കിലും ഡ്യൂറിംഗ് ടൈം പീരീഡ് അണ്ടർ കൺസിഡറേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത്. പിന്നെ എമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പോകുന്നത്, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ പോപ്പുലേഷൻ ഹു ലെഫ്റ്റ് എന്നാണ്, ഹു ലെഫ്റ്റ് ദ ഹാബിറ്ററ്റ്, ആ ഒരു സ്ഥലം വിട്ടിട്ട് വേറെ എവിടേക്കെങ്കിലും പോയി. അപ്പൊ അങ്ങനെയുള്ളവരുടെ എണ്ണമാണ് എമിഗ്രേഷൻ. അത് പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയ്ക്കും. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. ഇതൊക്കെ ജസ്റ്റ് ഇതിനകത്ത് 1 മാർക്ക് ഒക്കെയാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാറ്റഗറിയിലല്ല. പക്ഷേ സിമ്പിൾ അല്ലേ? ജനനം മുതൽ മരണം വരെയുള്ള ഒരു സമയത്ത് നമ്മൾ ലൈഫ് സ്പാൻ എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഒരു 5 സ്റ്റാർ കാറ്റഗറിയാണ്, 2 മാർക്ക് കിട്ടും. വളരെ സിമ്പിൾ ആണ്. ഇവിടെ മ്യൂച്വലിസം ആണ് എഴുതിയിട്ടുള്ളത്. മ്യൂച്വലിസം എന്ന് പറയുമ്പോൾ അപ്പൊ എന്താ വരിക? ഗുണമാണ് രണ്ടാൾക്കും. അപ്പൊ പോസിറ്റീവ് കണ്ടില്ലേ? അപ്പൊ പോസിറ്റീവ് ബാർ പോസിറ്റീവ്. ഇവിടെ കോമ്പറ്റീഷൻ ആണെങ്കിലും രണ്ടാൾക്കും നഷ്ടമാണ്. മത്സരം എന്നേ രണ്ടാൾക്കും നഷ്ടമാണ്. അപ്പം നെഗറ്റീവ് മത്സരിക്കുന്നത്. അപ്പൊ അതിനകത്ത് പ്രഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇര പിടിക്കുന്നതാണ്. അപ്പൊ ഇരക്ക് എന്താണ്? അപ്പൊ ഇരക്ക് ഇവിടെ ഒന്നുകൂടി ഉണ്ട്. പ്രഡേഷൻ ഇതിനകത്ത് നമുക്ക് ഒന്നുകൂടി ആഡ് ചെയ്യണം. അവിടെ പ്രഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തൽക്കാലം അതിനകത്ത് നിങ്ങൾ ഈ ഒരു ഇവിടെ തൽക്കാലം ഒരു മിനിറ്റ് പ്ലസ് പിന്നെ CD EF ഇതിനകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. തൽക്കാലം ഈ ഒരു ഇതിനകത്ത് ഞാൻ എഴുതിയപ്പോൾ അതിനകത്ത് മാറ്റം വന്നിട്ടുണ്ടാകാം. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക, മ്യൂച്വലിസം ആണെങ്കിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ പോസിറ്റീവാണ്, ഇവിടെയും പോസിറ്റീവാണ്. കോമ്പറ്റീഷൻ ആവുമ്പോൾ എന്താണ്? രണ്ടും നെഗറ്റീവാണ്. അപ്പൊ രണ്ടും നെഗറ്റീവ്. ഇനി പ്രഡേഷൻ ആണെങ്കിൽ എന്താണ്? പ്രഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസിൽ എന്താണ്? പോസിറ്റീവ്, ഒന്നിന് ഗുണമാണ്, മറ്റതിന് എന്താണ്? പ്രഡേഷൻ ഇവിടെ എഴുതാൻ വിട്ടിട്ടുണ്ട്. അതാണ് പ്രഡേഷൻ. ഒന്നിന് എന്താണ്? പോസിറ്റീവാണ്, മറ്റതിന് എന്താണ്? നെഗറ്റീവാണ്. പ്രഡേഷൻ എന്ന് പറഞ്ഞാൽ ഇര പിടിക്കുക. അപ്പൊ ഇരക്ക് നഷ്ടമാണ്, എന്നാൽ പിടിക്കുന്ന ആൾക്കോ ഗുണമല്ലേ? അതാണ്. അപ്പൊ പ്രഡേഷൻ അവിടെ പറഞ്ഞു. പിന്നെ ഇനി എന്താണ്? കമൻസാലിസമാണ്. ഡി കമൻസാലിസമാണ്. കമൻസാലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമൻസാലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും എന്താണ്? കമൻസാലിസം എന്ന് പറഞ്ഞാൽ ഒന്നിന് ഗുണമാണ്, പോസിറ്റീവാണ്, മറ്റതിന് എന്താണ്? ന്യൂട്രലാണ്, ഗുണമില്ല ദോഷമില്ല. അപ്പം അതാണ്. അപ്പൊ അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. മ്യൂച്വലിസം എന്താണ്? രണ്ടിനും ഗുണം, പ്ലസ്. കോമ്പറ്റീഷൻ എന്താണ്? രണ്ടിനും നഷ്ടം, മൈനസ്. പ്രഡേഷൻ എന്താണ്? ഒന്നിന് ഗുണം, +R⁻-. കമൻസാലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിന് ഗുണം, മറ്റതിന് ഗുണമില്ല ദോഷമില്ല, അപ്പൊ 0. ഇനി ഇതിനകത്തുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഇത്. മ്യൂച്വലിസത്തിന് നിങ്ങൾ എന്ത് ചെയ്യാനാണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. പാരസൈറ്റിസം എന്ന് പറഞ്ഞാൽ ഒന്നിന് ഗുണം, മറ്റതിന് എന്താണ്? ദോഷമാണ്. പിന്നെ ഒന്നിന് ഗുണവും മറ്റതിന് ന്യൂട്രൽ ആണെങ്കിൽ കമൻസാലിസം. അത് DF എന്താണ്? കമൻസാലിസം. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, എമിഗ്രേഷൻ ഒക്കെ എന്താണ്? ഡിക്രീസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഡിക്രീസ് ചെയ്യുന്നത് എമിഗ്രേഷനും മരണവും, പോകുന്നതും മരണവും. അപ്പൊ അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പൊ നേരത്തെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് പഠിക്കുക. 5 സ്റ്റാർ കാറ്റഗറിയാണ്. പിന്നെ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മരണമാണ്. അങ്ങനെയെങ്കിൽ ജനനം എന്താണ്? നേറ്റാലിറ്റിയാണ്. അവിടെ ചേർത്തരും, അത് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ സീ അനിമോണും ക്ലോൺ ഫിഷും എന്താണ്? കമൻസാലിസമാണ്. അതായത് സീ അനിമോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നാരികളുള്ള ഒരു നമ്മുടെ സീലിൻഡ്രേറ്റ് നിഡേറിയയിൽ വരുന്നതാണ്. അപ്പൊ ഒരു ക്ലോൺ ഫിഷ് എന്ന് പറഞ്ഞ ഒരു ഫിഷ് ഉണ്ട് നമ്മുടെ, ഒരു ചെറിയ നല്ല ഭംഗിയുള്ള ഒരു മത്സ്യമാണ്. ഈ ക്ലോൺ ഫിഷ് എന്ത് ചെയ്യുന്ന അറിയാം? ഇതിന്റെ ടെന്റക്കിൾ ഇത് ഈ ഒരു നാരികളിലോട്ട് വന്നിരിക്കും. അപ്പൊ ക്ലോൺ ഫിഷിന് എന്ത് ചെയ്യും? മറ്റു മീനുകൾ അതിനെ പിടിക്കൽ ഒരു പ്രൊട്ടക്ഷൻ ആണ്. പക്ഷേ സീ അനിമോണിക്ക് എന്തെങ്കിലും അതിനകത്ത് പ്രത്യേകിച്ച് ഗുണമുണ്ടോ? ഇല്ല. അപ്പൊ സീ അനിമോണി ആൻഡ് ക്ലോൺ ഫിഷ്, അപ്പൊ അതിന്റെ പ്രൊണൗൺസിയേഷൻ സീ അനിമോണി എന്നാണ്. സീ അനിമോണി ആൻഡ് ക്ലോൺ ഫിഷിൽ എന്താണ്? ക്ലോൺ ഫിഷിന് ഇതിനകത്ത് ഇതാണ് സീ അനിമോണി. ഇതിന്റെ നാലിൽ വന്നിരിക്കുമ്പോൾ ക്ലോൺ ഫിഷിന് എന്താണ്? പ്രൊട്ടക്ഷൻ കിട്ടും. പക്ഷെ സീ അനിമോണിക്ക് എന്താ? സീ അനിമോണിക്ക് പ്രത്യേകിച്ച് അവിടെ ഫിഷ് വന്നുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല ദോഷമില്ല, കമൻസാലിസം. ഫിഗ് ഫ്ലവർ, അത്തിപ്പഴവും കടുന്നലും, ഇതാണ് രണ്ടുപേർക്കും ഗുണമാണ്, മ്യൂച്വലിസം. പിന്നെ എന്താണ്? ഒരു പോപ്പുലേഷന് 4 ആട്രിബ്യൂട്ടുകൾ ഉണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിക്കും. 2 ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അപ്പൊ 4 ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് എന്താ അറിയാം? ഒന്ന് നിങ്ങൾക്ക് അറിയുന്ന സംഭവങ്ങൾ തന്നെയാണ്, നാറ്റാലിറ്റി, മോർട്ടാലിറ്റി സംഭവം. ഒന്ന് പിന്നെ സെക്സ് റേഷ്യോ, ഒരു പോപ്പുലേഷനിൽ മെയിൽ ഫീമെയിലിന്റെ ആ ഒരു റേഷ്യോ. പിന്നെ മറ്റൊന്ന് എന്താണ്? ഏജ് ഡിസ്ട്രിബ്യൂഷൻ, ആ ഒരു പിരമിഡ്, ഏജ് പിരമിഡ് ഉണ്ടല്ലോ. അപ്പൊ അത് നമുക്ക് പറയാം, ഏജ് പിരമിഡ് ഒക്കെ കാണിക്കാം.
അപ്പൊ നിങ്ങൾ അടുത്ത ഇതിനകത്ത് വരും. അപ്പൊ അതിനെക്കുറിച്ച് എഴുതാനാണ്. ഇതിന് രണ്ടെണ്ണം എഴുതാനുള്ളൂ, നാറ്റാലിറ്റിയും മോർട്ടാലിറ്റിയും. അത് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ പ്രെഡേറ്റേഴ്സിന്റെ റോൾ എന്താണെന്നുള്ളതാണ്. പ്രെഡേറ്റേഴ്സ് ഇര പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, അവര് ഒരു ലെവലിലുള്ള എനർജി എന്ത് ചെയ്യാണ്, അടുത്ത ലെവലിലോട്ട് എത്തുകയാണ്. അപ്പം ആക്ട് ആസ് എ കണ്ടുയിറ്റ്സ് ഫോർ എനർജി ട്രാൻസ്ഫർ അക്രോസ് എ ട്രോഫിക് ലെവൽ. ഒരു ട്രോഫിക് ലെവലിൽ നിന്നും അടുത്ത ട്രോഫിക് ലെവലിലോട്ട് എന്ത് ചെയ്യാണ്, അവര് എനർജി ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഉദാഹരണത്തിന് ഇപ്പം പ്രാണികൾ എന്ത് കഴിക്കുന്നു, പുല്ല് കഴിക്കുന്നു. അപ്പൊ പ്രാണികളെ തിന്നുന്ന അടുത്ത കാറ്റഗറി പ്രെഡേറ്റേഴ്സ് ഇര പിടിക്കുന്നവർ എന്ത് ചെയ്യും, ആ പ്രാണികളിൽ നിന്ന് ആ എനർജി എന്ത് ചെയ്യാണ്, അടുത്ത ട്രോഫിക് ലെവലിലോട്ട് എത്തുകയാണ്. സെക്കൻഡറി ലെവലിൽ നിന്നും ടെർഷറി ലെവലിലോട്ട് എത്തുകയാണ്. അതുപോലെ തന്നെ ഇര പിടിക്കുന്നവർ കാരണം എന്ത് ചെയ്യും, അവിടെ ഇരകളുടെ ആ ഒരു പ്രേ വല്ലാണ്ട് പെരുകാണ്ടിരിക്കും. അത് മാത്രമല്ല അവരെന്ത് ചെയ്യും, അവര് ആ ഒരു ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യും, സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ 3 റോളുകളാണ്. ഒന്ന്, ആക്ട് ആസ് എ കണ്ടുയിറ്റ് ഫോർ എനർജി ട്രാൻസ്ഫർ അക്രോസ് ദ ട്രോഫിക് ലെവൽ. രണ്ടാമത്തത്, ദേ പ്രിവെന്റ് ദി ഓവർ ക്രൗഡിംഗ് ഓഫ് പ്രേ പോപ്പുലേഷൻ. പ്രേ പോപ്പുലേഷൻ വല്ലാണ്ട് പെരുകുന്നത് എന്ത് ചെയ്യും, അവർ ചെക്ക് ദി പ്രേ പോപ്പുലേഷൻ നമ്പർ, പ്രേ പോപ്പുലേഷൻ കൗണ്ട്. പിന്നെ മൂന്നാമത്തത് എന്ത് ചെയ്യാം, മൂന്നാമത്തത് അവരെന്ത് ചെയ്യുന്നുണ്ട്, പോപ്പുലേഷൻ ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അതിനകത്ത് പ്രെഡേറ്റേഴ്സ് ഉണ്ടാകുമ്പോഴാണ് സ്പീഷീസ് അവർ കോഎക്സിസ്റ്റ് ചെയ്തിട്ട് അവരെന്ത് ആവുക, ഒരു സ്പീഷീസ് പെരുകാണ്ട് എല്ലാവർക്കും അതിനകത്ത് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുക. അതിന് എക്സാമ്പിളൊക്കെ നമ്മൾ ഇതിനകത്ത് പറയും. ഓക്കെ, ഇനി ഇതിനകത്ത് ഇതൊക്കെ നമുക്കറിയാം, ബർത്ത്, നാറ്റാലിറ്റി, ഇതിനകത്ത് N+ ബർത്ത്, അതുപോലെ ഡെത്ത്, എമിഗ്രേഷൻ അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ I ഇമിഗ്രേഷൻ ആണ്, E എമിഗ്രേഷൻ ആണ്, B ബർത്ത് ആണ്, D ഡെത്ത് ആണ്. പിന്നെ നമ്പർ ഓഫ് ബർത്ത്സ് നാറ്റാലിറ്റി ആണ് നമുക്കറിയാം. പിന്നെ എക്ടോ പാരസൈറ്റ് എന്താണ്, എൻഡോ പാരസൈറ്റ്. എക്ടോ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജീവിയുടെ പുറത്ത് ജീവിച്ചിട്ട് അതിന്റെ ബ്ലഡ് കാര്യങ്ങൾ ഊറ്റി കുടിക്കുന്ന തേന്, അതുപോലെയുള്ള തേൻ, ലൈസ്, ടിക്ക് ഒക്കെ അത്തരം സംഭവങ്ങൾ മൈറ്റ്. പിന്നെ എൻഡോ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജീവിയുടെ ശരീരത്തിനകത്ത് ജീവിച്ചിട്ട് അതിനെ ചോരയൊക്കെ ഊറ്റി കുടിക്കുന്ന. അപ്പൊ അത് ടൈപ്പ് വേം, നമ്മുടെ ടീനിയ, സോളിയം എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ റൗണ്ട് വേം കാറ്റഗറിയിൽ വരുന്ന ജീവികൾ, ലിവർ ഫ്ലൂക്ക്. ഓക്കെ, പിന്നെ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വെറൂൾസ്റ്റ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോജിസ്റ്റിക് ഗ്രോത്ത് കർവാണ്. വെറൂൾസ് പേൾ ഗ്രോത്ത് കർവ് അല്ലെങ്കിൽ വെറൂൾസ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് എന്ന് വിളിക്കും. അതിൽ K എന്താണ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ റിസോഴ്സസ് അൺലിമിറ്റഡ് ആണെങ്കിൽ ജെ ഷേപ്ഡ് ഗ്രോത്ത് കർവാണ്, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതിനൊക്കെ കാറ്റഗറൈസ് ചെയ്യാനാണ്. ടിക്സ് എന്താണ്, പാരസൈറ്റിസം ആണ് നമ്മൾ പറഞ്ഞു. ഓർക്കിഡ്, മാംഗോ ട്രീ. അത് ഓർക്കിഡ് എന്ന് പറഞ്ഞാലേ ഇത് വേറെ ഓർക്കിഡാണ്, മാവിന് നിൽക്കുന്ന ഓർക്കിഡ്. അതെന്താണ്, മാവിന് പ്രത്യേകിച്ച് അതുകൊണ്ട് എന്തില്ല, ഗുണവും ദോഷവും ഒന്നുമില്ല. പക്ഷെ ഓർക്കിഡിന് അതുകൊണ്ട് എന്താണ്, ഒരു കുറച്ചുകൂടി എന്താ പറയാ, സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയിലോട്ട് ഓർക്കിഡിന് നിൽക്കാൻ പറ്റുകയാണ്. അപ്പൊ മാവിന്റെ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് ഓർക്കിഡിന് എന്താണ്, ഗുണമാണ്. അപ്പൊ അതൊരു കമൻസാലിസത്തിന് എക്സാമ്പിൾ ആണ് കേട്ടോ, ഓർക്കിഡ് ആൻഡ് മാംഗോ ട്രീ. പിന്നെ ഫംഗൈ ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് എന്താണ്, മ്യൂച്വലിസം ആണ്, രണ്ടാക്കും ഗുണമാണ്. മൈക്കോറൈസ എന്നാണ് അസോസിയേഷനെ വിളിക്കുക, നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടാകും. ലൈസോൺ മാന്, നമുക്കറിയാം പേന്, നമ്മുടെ തലയിൽ പേന് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ്, അത് പാരസൈറ്റിസം അല്ലേ. പിന്നെ കാറ്റിൽ, ഇഗ്രറ്റും ഗ്രേസിംഗ് കാറ്റിലും പറഞ്ഞിരുന്നു കമൻസാലിസം ആണ്. ലൈക്കൺ എന്താണ്, ഫംഗസ് പ്ലസ് ആൽഗെ, ഫാലി നമ്മൾ പറഞ്ഞിരുന്നു. ഫംഗസിന് എന്ത് ചെയ്യും, ഫംഗസും ആൽഗയും തമ്മിലുള്ള അസോസിയേഷൻ എന്താണ്, രണ്ടുപേർക്കും ഗുണമാണ്. ഫംഗസ് എന്ത് ചെയ്യും, പോഷണം മണ്ണിന്ന് വലിച്ചെടുത്തിട്ട് ആൽഗെ കൊടുക്കും, ആൽഗ ഫുഡ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, ഫംഗസിന് കൊടുക്കും. പിന്നെ ഇത് ഓർക്കിഡ്, ഇതിൽ കറക്റ്റ് ഏതാണെന്ന്, ഓർക്കിഡ് ഗ്രോയിങ് ഓൺ മാംഗോ ട്രീ നമ്മൾ പറഞ്ഞത് പാരസൈറ്റിസം അല്ല, കമൻസാലിസം ആണ്. മൈക്കോറൈസ എന്താണ്, മ്യൂച്വലിസം. അപ്പൊ ഇതാണ് ഇതിനകത്ത് കറക്റ്റ്. പിന്നെ ഇതിനകത്ത് സംഭവം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇത് ഫില്ല് ചെയ്യാനുള്ളതാണ്. മ്യൂച്വലിസം നിങ്ങൾക്കറിയാം, ഇവിടെ ഫസ്റ്റത്തത് രണ്ടിനും ഗുണമാണ്, അപ്പൊ അത് മ്യൂച്വലിസം ആണ്. അതിന് എക്സാമ്പിൾ പറയാനുണ്ട്, ലൈക്കൻ ആണ്. പിന്നെ ഇത് ഒന്നിന് ഗുണം മറ്റൊന്നിനും പ്രശ്നമില്ല, അപ്പൊ അത് കമൻസാലിസം ആണ്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പിഫൈറ്റിക് ഓർക്കിഡ് ഓൺ മാംഗോ ട്രീ. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒന്നിന് ഗുണമാണ് മറ്റതിന് ദോഷമാണ്. അമൻസാലിസം നമ്മൾ പറയാം, ഒന്നിന് ഗുണം ഒന്നിന് ദോഷം, പാരസൈറ്റിസം. മനസ്സിലായില്ലേ, മറ്റത് ഒന്നിന് ഒന്നുമില്ലല്ലോ. അമൻസാലിസം എന്ന് പറഞ്ഞാൽ ഒന്നിനെന്താണ്, ദോഷമാണ്, മറ്റതിനൊന്നുമില്ല. അപ്പൊ -0 ആണ് അമൻസാലിസം, മാറരുത്. ഒന്നിന് ഗുണമുണ്ട് മറ്റതിന് ദോഷം, അത് പ്രെഡേഷനെ അല്ലെങ്കിൽ പാരസൈറ്റിസം ഒക്കെയാണ്. അപ്പൊ കസ്ക്യൂട്ട. ഓക്കെ, അപ്പം അതിനകത്ത് പാരസൈറ്റിസം കസ്ക്യൂട്ട എന്ന് എഴുതാം. പിന്നെ നിങ്ങൾ ഏജ് പിരമിഡ്, ഇതിന് ഏത് പിരമിഡ് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഇത് എക്സ്പാൻഡിങ് ടൈപ്പ് ആണ്, കാരണം അതിനകത്ത് പ്രീ റിപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, അതായത് കുട്ടികളുടെ പോപ്പുലേഷൻ കൂടുതലാണ്. റിപ്രൊഡക്റ്റീവ് പോപ്പുലേഷൻ എന്താണ്, പിന്നെ പിന്നെ റിപ്രൊഡക്റ്റീവ്, പിന്നെ പോസ്റ്റ് റിപ്രൊഡക്റ്റീവ്, അതായത് റിപ്രൊഡക്റ്റീവ് ആ ഒരു കാലഘട്ടം കഴിഞ്ഞ ആളുകളുടെ സമയം, അതായത് വയസ്സായ ആളുകൾ കുറവാണ്. അപ്പൊ ആ ഒരു കാറ്റഗറി വരുന്നത് എക്സ്പാൻഡിങ് പോപ്പുലേഷൻ ആണ്. അപ്പൊ കുട്ടികൾ കൂടുതലും, പിന്നെ റിപ്രൊഡക്റ്റീവ് ഏജിലുള്ളവർ അവർ ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കും, പിന്നെ വയസ്സായവർ പറ്റ കുറവ്.
കുറവ് എന്നുള്ള രീതിയിൽ ഒരു എക്സ്പാൻഡിങ് പോപ്പുലേഷനാണ്. ഇവിടെ നേരെ തിരിച്ചാണ്. നിങ്ങൾ നോക്കൂ, കുട്ടികളെ എണ്ണം അതുപോലെ തന്നെ റിപ്രൊഡക്റ്റീവ് ഇരിക്കുന്നവരുടെ ആ ഒരു കാറ്റഗറിയിൽ ഇരിക്കുന്ന അതും ഏകദേശം ആ ഒരു റേഞ്ചിൽ വരുന്നു. പിന്നെ കുറഞ്ഞു വരുന്നു. അപ്പൊ ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള പോപ്പുലേഷനാണ്. ഇത് ഡിക്ലൈനിങ് ആണ്. ഇതിലെന്താണ് കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. മനസ്സിലായില്ലേ? പ്രീ റിപ്രൊഡക്റ്റീവ് പീരീഡിലുള്ളവരുടെ എണ്ണം കുറവാണ്. റീപ്രൊഡക്റ്റീവിലുള്ളവരും പിന്നെ എന്ത് ചെയ്യാണ്, കുറഞ്ഞ് വരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് വയസ്സായവരാണ് എന്ത് ചെയ്യുന്നത്, പോപ്പുലേഷനിൽ ഇതിനകത്ത് കൂടുതൽ നിൽക്കുന്നത്. അപ്പൊ അത്തരം ഒരു കേസ് വരുമ്പോൾ എന്താണ്, അത് ഡിക്ലൈനിങ് പോപ്പുലേഷൻ ആണ്. അപ്പൊ ഇത് ഏജ് പിരമിഡ് ചോദിച്ചിട്ട് ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇത് ഏതാണ്, എക്സ്പാൻഡിങ് ആണ്, ഇതിൽ ഓരോ കാറ്റഗറി ഏതാന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ താഴെ കാണിച്ചിരിക്കുന്നത് പ്രീ റിപ്രൊഡക്റ്റീവ് ആണ്, പിന്നെ 2 റീപ്രൊഡക്റ്റീവ് ആണ്, പിന്നെ പോസ്റ്റ് റിപ്രൊഡക്റ്റീവ് ആണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ചോദിക്കാം സ്പീഷീസ് ബി ഏതാണ്, 1ഉം 2ഉം. സ്പീഷീസ് എ ഗുണമുണ്ട്, മറ്റതിന് കമൻസാലിസം എന്ന് പറഞ്ഞാൽ അപ്പോൾ 0 അല്ലേ. പിന്നെ ഇവിടെ ഏതാണ്, 2നും ഗുണമാണ്, മ്യൂച്വലിസമാണ്. എന്താണ് മ്യൂച്വലിസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 1ഉം 2ഉം ഐഡന്റിഫൈ ചെയ്യാനും രണ്ടാമത്തെ ഡിഫൈൻ ചെയ്യാനും മ്യൂച്വലിസം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 സ്പീഷീസിനും ഇന്ററാക്ഷൻ വേർ ബോത്ത് സ്പീഷീസ് ആർ ബെനിഫിറ്റഡ്. അപ്പോൾ അതിന് എക്സാമ്പിൾ എഴുതാനൊക്കെ നമ്മൾ എത്രയോ പഠിച്ചതാണ്. പിന്നെ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവും അതിന്റെ സംഭവങ്ങളും കെ എന്താണ്, അതിന്റെ ഗ്രാഫ് സംഭവങ്ങൾ പഠിച്ചിട്ട് കെ എന്താണ് എന്നുള്ളതാണ്. അപ്പം Rn/k-n/k എന്നുള്ള സംഭവം അതിന്റെ ഇക്വേഷൻ പഠിച്ചു നോക്കുക. അതിനകത്ത് നമുക്കറിയാം, അത് നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഈ ഒരു ഗ്രാഫും കെ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, മാക്സിമം ക്യാരിങ് കപ്പാസിറ്റി ആണ്. പിന്നെ കമൻസാലിസം ഇതിനകത്ത് എക്സ്ട്രാ കുറച്ച് പഠിക്കാണ്ടാവും. പാരസൈറ്റിസം എന്താണ് നമുക്കറിയാം. കാക്ടസ് ലൊറാന്തസ് എന്താണ്, ഒരു പാരസൈറ്റ്. ലൊറാന്തസ് മരത്തിൽ വളരുമ്പോൾ എന്ത് ചെയ്യും, ആ മരത്തിന് നഷ്ടമാണ്. അപ്പൊ അതൊരു പാരസൈറ്റ് കാറ്റഗറിയിലാണ്. അപ്പൊ ലൊറാന്തസ് ഒന്നേ ട്രീ എന്താണ്, പാരസൈറ്റ് ആണ്. ലൊറാന്തസ് ആ മരത്തിന്റെ എന്ത് ചെയ്യും, അതിനകത്ത് അതിന്റെ ഫുഡ് കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കുമ്പോൾ മരത്തിന് നഷ്ടമാണ്. കമൻസാലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓർക്കിഡ്, മാംഗോ ട്രീ. പിന്നെ പ്രഡേഷൻ എന്ന് പറഞ്ഞാൽ ഇര പിടിക്കാം. കാക്ടസ് ആൻഡ് മോത്ത്, അതായത് കാക്ടസ് വല്ലാണ്ട് പെരുകിയപ്പോഴേ മോത്തിനെ കൊണ്ടുവന്നു. അപ്പൊ മോത്ത് എന്ത് ചെയ്തു, കാക്ടസിന്റെ അളവ് അവിടെ കുറച്ചു. അപ്പൊ അത് പ്രഡേഷനാണ്. മോത്ത് എന്ത് ചെയ്യും, ഈ കാക്ടസ് ഭക്ഷിക്കും. പിന്നെ മോത്ത് എന്ന് പറഞ്ഞാൽ ചിത്രശലഭം പോലുള്ള ആ ഒരു കാറ്റഗറിയിൽ, ചിത്രശലഭം അല്ല അതിന്റെ ആ ഒരു ഇതിൽ വരുന്ന, അതുപോലെ പറന്ന് നടക്കുന്ന ഒരു ചെറിയ ഒരു കാറ്റഗറി ജീവിയാണ്. അപ്പൊ അത് കാക്ടസിൽ ഫീഡ് ചെയ്തപ്പോൾ ഓസ്ട്രേലിയയിൽ എന്ത് ചെയ്തു, അത് എക്സാമ്പിൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, കാക്ടസിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മോത്ത് പോപ്പുലേഷൻ ഇറക്കി എന്നുള്ളത്. പിന്നെ കമൻസാലിസം, കോമ്പറ്റീഷൻ എന്താണ്, കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മത്സരം. അബിഗ്ഡൺ ടോട്ടോയിസും അതുപോലെ തന്നെ ആടുകളും രണ്ടും പുല്ലിന് വേണ്ടിയിട്ട് മത്സരിച്ചു. അത് കോമ്പറ്റീഷൻ്റെ ഒരു സംഭവം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ടോട്ടോയിസിന് അവിടെ വലിയ ടോട്ടോയിസ് എന്ത് ചെയ്യും, അവിടെ നിന്ന് ഇല്ലാണ്ടായി പോകുന്നു എന്നുള്ളൊരു സംഭവം. കാരണം ആടുകൾ എന്ത് ചെയ്യും, വല്ലാണ്ട് പുല്ല് കഴിച്ചു കഴിഞ്ഞാൽ, പുല്ല് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ആമയ്ക്ക് പുല്ല് കിട്ടുമോ, ആമ മെല്ലെ കഴിക്കാം. അപ്പൊ അത് കോമ്പറ്റീഷൻ എക്സാമ്പിളാണ്. പിന്നെ ഇത് ഇൻക്രീസ് ചെയ്യുന്നത് ഏതാണ്, നാറ്റാലിറ്റിയും ഇമിഗ്രേഷനും. എയും ബിയും എന്താണ്, മോർട്ടാലിറ്റിയും. ബി എന്താണ്, എ മോർട്ടാലിറ്റി, ബി എന്താണ്, എമിഗ്രേഷൻ. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ആർ എന്താണ്, ആർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ ആർ എന്താണ്, ആർ എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് എന്നാണ്. അതായത് ഗ്രോത്ത് റേറ്റ്, ബർത്ത് റേറ്റ് ബർത്ത് എന്ത് ചെയ്യുക, ഡെത്ത് റേറ്റ് കുറച്ചിട്ടുള്ള ആ ഒരു പെർ ക്യാപിറ്റ ഗ്രോത്ത് റേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആർ എന്ന് വിളിക്കുന്നത്. എൻ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ് അറ്റ് എ ഗിവൺ ടൈം. അപ്പൊ നിങ്ങൾ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്, അതായത് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ആ ഒരു റേറ്റ്. അപ്പൊ ബർത്ത് മൈനസ് ഡെത്ത്, മരിച്ച ആളുകളെ ഒഴിവാക്കിയിട്ട് ബർത്തിന്റെ എത്ര ഉണ്ട് എന്നുള്ള ഒരു സംഭവം, പെർ ക്യാപിറ്റ ഗ്രോത്ത് റേറ്റ്, ബർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ്. അപ്പൊ അതൊക്കെ എഴുതി വെക്കാം. പിന്നെ കെ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കെയുടെ ഡെഫിനിഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഗോസസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയാറുണ്ട്. അതായത് ഗോസ് എന്താ പറഞ്ഞത്, ഒരേ സംഭവത്തിന് വേണ്ടിയിട്ട് വെൻ ടു ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് കോമ്പീറ്റ് എന്നാണ്, കോമ്പീറ്റ് ഫോർ സെയിം റിസോഴ്സസ്, ഒരേ ഫുഡിന് വേണ്ടിയിട്ട് 2 റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് മത്സരിക്കുമ്പോൾ ഒരു ജീവിക്ക് അവിടെ എന്തായാവും, എലിമിനേറ്റ് ചെയ്ത് പോകുമെന്നുള്ളത്. അപ്പൊ കനോട്ട് കോഎക്സിസ്റ്റ് ഇൻഡെഫിനിറ്റ്ലി ഇൻ ദ സെയിം നിഷ്, ഒരേ നിഷിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മത്സരിക്കുകയാണെങ്കിൽ അവർക്ക് ജീവിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ സുപ്പീരിയർ സ്പീഷീസ് അവിടെ എന്ത് ചെയ്യും, സർവൈവ് ചെയ്യും, ഇൻഫീരിയർ സ്പീഷീസ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടു പോകും എന്നുള്ള രീതിയിൽ പറയുന്ന സംഭവമാണ് ഗോഷസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അപ്പൊ നിങ്ങൾ ഇത് പറഞ്ഞാൽ മതി, വെൻ ടു ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് കോമ്പീറ്റ് ഫോർ സെയിം റിസോഴ്സസ്, ഒരേ കാറ്റഗറിയിൽപ്പെട്ട ജീവികൾ എന്ത് ചെയ്യാണ്, ഒരേ റിസോഴ്സിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുമ്പോൾ അവിടെ അവർക്ക് കോഎക്സിസ്റ്റ് ഒരുമിച്ച് നിലനിൽക്കാൻ പറ്റൂല. സുപ്പീരിയർ സ്പീഷീസ് എന്ത് ചെയ്യും, ഇൻഫീരിയർ സ്പീഷീസ് വിൽ ബി എലിമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ മതി. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഇൻഫീരിയർ സ്പീഷീസ് എന്ത് ചെയ്യും, ചെറിയ ജീവികളെ എലിമിനേറ്റ് ചെയ്ത് പോയേക്കാം. പിന്നെ പ്രെഡേറ്റേഴ്സിന്റെ റോള് നമ്മൾ പറഞ്ഞു, കൺട്രോൾ പ്രേ പോപ്പുലേഷൻ, കണ്ടോയിസ് ഫോർ എനർജി ട്രാൻസ്ഫർ, പിന്നെ മെയിൻറ്റെയിൻസ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി, അതൊക്കെ പറയാം, നേരത്തെ പറഞ്ഞതാണ്. ലൈസ് പറഞ്ഞതാണ്, കസ്ക്യൂട്ട പറഞ്ഞതാണ്, ഇതൊക്കെ പറഞ്ഞതാണ്. പാരസൈറ്റ് അല്ലാത്തത്, നോൺ പാരസൈറ്റിക് എക്സാമ്പിൾ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിഫൈറ്റിക് ഓർക്കിഡ്, അത് കമൻസാലിസമാണ്.
ബാക്കിയൊക്കെ പാരസൈറ്റ് ആണ്. പിന്നെ ബ്രൂഡ് പാരസൈറ്റിസം എന്താണ്? ബ്രൂഡ് പാരസൈറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഴിയിൽ പോയിട്ട് കാക്കയുടെ കൂട്ടിൽ മുട്ടയിടും. അപ്പൊ കുഴിയിൽ നിന്ന് കാക്ക അതിനകത്ത് അട ഇരുന്ന് എന്ത് ചെയ്യും? മുട്ട വിരിയിപ്പിക്കും. അപ്പൊ കുയിൽ എന്താണ്? കുയിൽ അതിനകത്ത് കാക്കയെ ഉപയോഗപ്പെടുത്താണ്. അപ്പൊ പാരസൈറ്റിസമാണ്. കുഴിയിൽ നിന്ന് ഗുണമാണ്, കാക്കക്ക് അതുകൊണ്ട് എന്താണ്? കാക്കക്ക് അതിനകത്ത് ഒരു നഷ്ടം എന്നുള്ള രീതിയിലാണ്. അപ്പൊ പാരസൈറ്റ് ഇന്ററാക്ഷൻ വൺ സ്പീഷീസ് റിലേസ് ഓൺ ദി അനദർ. തന്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു സ്പീഷീസ് മറ്റൊരു സ്പീഷീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രൂഡ് പാരസൈറ്റിസം. പിന്നെ നെയിം ദ ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഓർക്കിഡ് പ്ലാന്റ്, മാംഗോ ട്രീ, കമൻസാലിസം ആണ്. പിന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. എല്ലാം അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ആൾ ഫോർ സിമിലർ, ഇത് റിപ്പീറ്റ് ആണ്. ഡിഫൈൻ മോർട്ടാലിറ്റി എന്താണ് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എല്ലാം ഇതിനകത്ത് എന്താണ്? ഇതിനകത്ത് എയും ബിയും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇതിനകത്തൊക്കെ. പിന്നെ ഇതിനകത്ത് ഈ ചാപ്റ്ററിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഞാൻ പറയാം. പിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഫിഷിനെ നമ്മൾ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു ഒരു സ്ഥലത്ത് നിന്ന്. അപ്പൊ അവിടെ ആ സ്റ്റാർ ഫിഷിന്റെ സ്പീഷീസ് അത് മാത്രമല്ല, അവിടെ 10ഓളം ഇൻവെർട്ടിബ്രേറ്റ് സ്പീഷീസ് എന്തായി? ഇല്ലാണ്ടായി. അപ്പൊ ഒരു ജീവിയെ നശിപ്പിച്ച് പോയി കഴിഞ്ഞാൽ അവിടുന്ന് മറ്റ് ജീവികൾ ഇല്ലാണ്ടാവും. അപ്പൊ ഇതൊരു പ്രഡേഷനെ, അതിനകത്ത് പ്രഡേറ്റർ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ വൈവിധ്യം നഷ്ടപ്പെടുമെന്ന് പറയുന്നതിന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നതാണ്. അപ്പൊ പ്രഡേറ്റേഴ്സ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ജീവികൾ അവിടെ വൈവിധ്യം ഉണ്ടാകുന്നത്. അപ്പൊ സ്റ്റാർ ഫിഷിനെ നമ്മൾ പിസാസ്റ്റർ സ്റ്റാർ ഫിഷിനെ നമ്മൾ എവിടുന്ന് മാറ്റിയപ്പോൾ എന്ത് ചെയ്തു? അവിടെ മറ്റു ജീവികൾ ഇല്ലാണ്ടായി എന്ന് പറയുന്ന സംഭവമാണ്. അതുപോലെ തന്നെ ചില ചെടികൾക്ക് എന്ത് ചെയ്യും? അതിനകത്ത് മറ്റ് ചെടികൾക്ക് ഇപ്പം അവരെ എന്താ പറയാ തിന്നുന്ന ഹെർബിവോറുകൾ ഉണ്ടാകും. ചെടികളെ ഭക്ഷണം കഴിക്കുന്ന മറ്റു ജീവികൾ. അപ്പം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ചെടികളിൽ എന്തുണ്ടാകാം? ചില മാറ്റങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ചെടികളിലുണ്ടാകാം, അതുപോലെ തന്നെ ചില ജീവികളിലും ഇര പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രഡേഷൻ, ഇപ്പം പ്രെഡേറ്റർ വരുമ്പോൾ ഇര പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കുള്ള മെക്കാനിസം എന്ത് ചെയ്യാം? പ്രേയിലുണ്ടാകാം. അപ്പൊ ഫീഡിങ് ഓൺ എ പോയിസണസ് വീഡ്, അതായത് അതിന് എക്സാമ്പിൾ ആണ് മൊണാർക്ക് ബട്ടർഫ്ലൈ. മൊണാർക്ക് ബട്ടർഫ്ലൈ എന്താണ്? ഭയങ്കര ഒരു ടേസ്റ്റ്, ഒരുമാതിരി ഡിസ് ടേസ്റ്റ് എന്നാണ് പറയുന്നത്. അതിനകത്ത് എനിക്കറിയത്തില്ല, ഇനി അതിനകത്ത് ഡിസ്റ്റേസ്റ്റ്ഫുൾ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളതിനകത്ത് അറിയില്ലല്ലോ അതിന്റെ ടേസ്റ്റ്. അപ്പൊ മൊണാർക്ക് ബട്ടർഫ്ലൈ എന്താണ്? ഡിസ്റ്റേസ്റ്റ്ഫുൾ ആണ്, വളരെ ഒരു ബാഡ് ടേസ്റ്റ് ഇല്ലാത്തതാണ് ടു ദ പ്രെഡേറ്റർ, അതിനെ ഇര പിടിക്കുന്ന ആളുകൾക്ക്. മനസ്സിലായില്ല? അതിനകത്ത് എന്തുണ്ട്? ഒരു കെമിക്കൽ ഉണ്ട്. അതെന്തുകൊണ്ടാണ്? അത് അതിന്റെ ലാർവേ സ്റ്റേജിൽ ഏതോ ഒരു വീട്, ഒരു പോയിസണസ് ആയിട്ടുള്ള ഒരു വീടിനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ആ ഒരു മൊണാർക്ക് ബട്ടർഫ്ലൈ അതിന്റെ ലാർവേ ആവുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ശരീരത്തിൽ ഒരു കെമിക്കൽ എന്തുണ്ട്? ഡിസ്റ്റേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ചില ഇൻസെക്റ്റുകൾക്ക് അപ്പൊ അതുകൊണ്ട് അതിനെ ആരും പ്രെഡേറ്റേഴ്സ് അധികം കഴിക്കാൻ വരില്ല. അപ്പം പ്രെഡേറ്റേഴ്സ് നിന്ന് രക്ഷപ്പെടാൻ പ്രേകൾക്കുള്ള മെക്കാനിസം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാം. മൊണാർക്ക് ബട്ടർഫ്ലൈ എന്താണ്? ഡിസ്റ്റേസ്റ്റ്ഫുൾ ആണ്. അത് ഇത് ടെസ്റ്റിനകത്ത് ഇപ്പം പറഞ്ഞ ക്വസ്റ്റ്യനുകൾ ഇല്ലാണ്ട് നിങ്ങളുടെ ടെസ്റ്റിനകത്തുള്ളതാട്ടോ. ഇൻസെക്ട് ആൻഡ് ഫ്രോഗ്, അപ്പൊ ഇത് A+ ഒക്കെ ലെവലിലുള്ളവർക്ക് ഇത് പഠിക്കണം. ഇൻസെക്ട്, ഫ്രോഗ് എന്താണ്? പ്രാണികളും അതുപോലെ തന്നെ ഫ്രോഗും അതിനകത്ത് പല രീതിയിൽ എന്ത് ചെയ്യാം? തവളയ്ക്കൊക്കെ കളർ മാറ്റം വരും. പച്ച കളറിൽ തവള മരത്തിലിരിക്കുമ്പോൾ ആരും കാണൂലല്ലോ. അതിനെ കാമോഫ്ലാഗ് എന്നാണ് പറയുക. കാമോഫ്ലാജ്, മനസ്സിലായി? കാമോഫ്ലാഷ്. പിന്നെ അതിനകത്ത് മുള്ളുകൾ ഉണ്ടാകാം ചില ജീവികൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അക്കേഷ്യ, കാക്ടസ് ഒക്കെ മുള്ളുകളാണ്. കലോട്രോപ്പിസിൽ അത് പറഞ്ഞാൽ ഒരു എന്താ പറയാ, അത് ആ ചെടിയിലെ ഒരുപാട് സ്ഥലത്ത് അങ്ങ് പെരുകും. ആ ചെടിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ജീവികൾ തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു കെമിക്കൽ ഉണ്ട്, കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ആണ്. അത് തിന്നു കഴിഞ്ഞാൽ മറ്റു ജീവികൾ മരിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് കെമിക്കൽസ്, അപ്പൊ ഇത് ഹെർബിവോർസ്, അപ്പം ഇതൊക്കെ എന്താണ്? പ്ലാന്റ്സിലുള്ള മെക്കാനിസമാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, വാട്ട് ആർ ദി മെക്കാനിസംസ് പ്രസന്റ് ഇൻ പ്ലാന്റ്സ് ടു പ്രിവെന്റ് ഹെർബിവോർ? അവരെ വേറെ ആരെങ്കിലും സസ്യ ബുക്കുകൾ ഭക്ഷണമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റുകളിലുള്ള മെക്കാനിസം എന്താണ്? അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ മതി. തോൺസ് ഉണ്ട്, കലോട്രോപ്പിസിൽ കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ഉണ്ട്. അപ്പം അതെന്ത് ചെയ്യും? അവർ തിന്നുന്നവരെ സിക്കാക്കി മാറ്റും. പ്ലാന്റ്സ് പ്രൊഡ്യൂസ് കെമിക്കൽസ് വിച്ച് മേക്ക് ഹെർബിവോർ സിക്ക്. അതുപോലെ തന്നെ പലതരം കെമിക്കലുകൾ, ഇപ്പം പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന കെമിക്കലുകളാണ് നിക്കോട്ടിൻ, കഫീൻ, ക്വിനിൻ, സ്ട്രിക്നിൻ, ഓപ്പിയം ഒക്കെ. അപ്പൊ ഇതൊക്കെ എന്താണ്? അവരുടെ ഡിഫൻസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കലുകളാകാം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. മനസ്സിലായില്ലേ? കെമിക്കലുകളാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതിനകത്ത് മറ്റ് കാറ്റഗറി ഒക്കെ. പിന്നെ പ്രെഡേറ്റേഴ്സ്, പ്രേകൾ ഇര പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രേസിലുള്ള മെക്കാനിസം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ പറയാം. കാമോഫ്ലാഷ്, പിന്നെ മൊണാർക്ക് ബട്ടർഫ്ലൈയിലെ ഡിസ്റ്റേസ്റ്റ്ഫുൾ സംഭവങ്ങൾ, പിന്നെ ഇതൊക്കെ. പിന്നെ ഫ്ലെമിംഗോസ് ആൻഡ് ഫിഷ് ഒക്കെ എന്താണ്? ഒരു സൂ പ്ലാങ്ക്ടന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ്റെ എക്സാമ്പിൾ ആണ് ഫ്ലെമിംഗോസ് ആൻഡ് ഫിഷ്. പിന്നെ ബാർനക്കിൾ ബലാനസ് എന്ത് ചെയ്യാണ്? അത് കോമ്പറ്റീഷൻ എക്സാമ്പിൾ ആണ്. ബാർനക്കിൾ ബലാനസ് എന്ത് ചെയ്യും? വന്നു കഴിഞ്ഞാൽ ബാർനക്കിൾ ചാത്തമാലൂസ് അവിടെ നിന്ന് എന്ത് ചെയ്യും? ഷാത്തമാലൂസ് അപ്പം അവിടെ നിന്ന് പോകും. മനസ്സിലായില്ലേ? അപ്പം അത് നിങ്ങൾ അതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക. കോമ്പറ്റീഷന്റെ 2 എക്സാമ്പിളുകൾ അവിടെ ഞാൻ ഇപ്പോൾ പറഞ്ഞത്, ബാർനക്കിൾ ബലാനസ് ആൻഡ് ബാർനക്കിൾ ചാത്തമാലൂസ്. ദെൻ പാരസൈറ്റ് ഇവോൾവ്ഡ് മെക്കാനിസം. പാരസൈറ്റിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. പാരസൈറ്റിന് എന്തൊക്കെ മെക്കാനിസം ഉണ്ടാവാന്ന്.
പാരസൈറ്റിന് അൺനെസസറി ആയിട്ടുള്ള സെൻസ് ഓർഗൻ ഒന്നും എന്ത് ചെയ്യുക വേണ്ട, അത് നശിച്ചു പോകാം. അതുപോലെ പാരസൈറ്റിന് നിങ്ങൾക്ക് അത് ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് ഓർത്ത് വെച്ചാൽ മതി. പാരസൈറ്റിൽ എന്തുണ്ടാവും, അത് ചോരൊക്കെ ഊറ്റി കുടിക്കാനല്ലേ, അപ്പൊ അതിൽ കൊളുത്തുകളൊക്കെ ഉണ്ടാവും, അഡഹസീവ്സ് ഓർഗൻസ്, സക്കേഴ്സ് ഒക്കെ ഉണ്ടാവും, മനസ്സിലായില്ലേ? ടു ക്ലിങ് ഓൺ ഓസ്റ്റിൽ എന്ത് ചെയ്യാണ്, ചുറ്റി പറ്റി പിടിക്കാൻ. പിന്നെ അതിന് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ആവശ്യമില്ലല്ലോ, കാരണം അതിന് എന്ത് ചെയ്യാണ്, ബ്ലഡ് എടുക്കല്ലേ. അപ്പൊ അതുകൊണ്ട് അത് പാരസൈറ്റിന് ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ലോസ് ആയിരിക്കും. പിന്നെ ഭയങ്കര പെരുകാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും, ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. സോ നമ്മൾ ലിവർ ഫ്ലൂക്കിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് 2 ഇന്റർമീഡിയറ്റ് ഹോസ്റ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. സ്നെയിലും ജീവിക്കുന്നുണ്ട്, അതുപോലെ ഫിഷ്. പിന്നെ നമുക്കറിയാലോ അത് മനുഷ്യരിൽ അതിനകത്ത് ജീവിക്കുന്നതാണ്, റൗണ്ട് വേംസിൽ നമ്മൾ പറയുന്നതാണ്. എക്ടോ പാരസൈറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് മീനുകളിൽ മത്സ്യങ്ങളുടെ പുറമെ ജീവിക്കുന്നതാണ്. കോപ്പർപോഡ്സ് എന്ന് പറയുന്ന നമ്മുടെ ക്രസ്റ്റേഷ്യൻസ്, ഈ ഒരു ചെമ്മീന്റെ വിഭാഗത്തിൽപ്പെടുന്ന ജീവികളാണ്. അതായത് അവർ എക്ടോ പാരസൈറ്റുകളായിട്ട് ജീവിക്കാറുണ്ട് ഒരുപാട് ഫിഷിന്റെ മുകളിൽ. പിന്നെ ഫിമെയിൽ മോസ്കിറ്റോ എന്താണ് ഒരു പാരസൈറ്റ് അല്ല, എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ്, അത് വളരെ ഒരു മൈക്രോ പ്രെഡേറ്റർ എന്നുള്ള രീതിയിൽ വളരെ കുറഞ്ഞ സമയത്തേക്ക് എന്ത് ചെയ്യാണ്, അതിനകത്ത് ബ്ലഡ് ജസ്റ്റ് അതിന്റെ റിപ്രൊഡക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് അത് ബ്ലഡ് ആവശ്യം വരുന്നത്. അല്ലാണ്ട് അതിന് ലൈഫ് സർവൈവലിന് വേണ്ടിയിട്ട് ഒരു ഹോസ്റ്റിനെ ബ്ലഡ് കുടിക്കേണ്ട ആവശ്യമൊന്നും അതിനകത്തില്ല. അതുകൊണ്ട് അതിന് പ്രെഡേറ്റർ ആയിട്ട് പൊതുവെ അതിനകത്ത് പാരസൈറ്റ് ആയിട്ട് പൊതുവെ കൺസിഡർ ചെയ്യാറില്ല എന്നുള്ളതാണ്. കമൻസാലിസം ആൻഡ് സീ അനിമോൺ എന്താണ്, അത് സീ അനിമോൺ ആൻഡ് ക്ലോൺ ഫിഷ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ അതിനകത്ത് ഫംഗൈ, പ്ലാന്റ്, കാർബോഹൈഡ്രേറ്റ്സ് പറഞ്ഞു, അതൊക്കെ പറഞ്ഞതാണ്. സോ നമ്മളെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അതിനകത്ത് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ മറ്റ് ചാപ്റ്റേഴ്സ് ചെയ്യുവാനാണ് പ്ലാന്. അപ്പൊ നമുക്കതിനകത്ത് നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ടൈമും എഫേർട്ടും ഒക്കെ എടുത്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം പറഞ്ഞിരുന്നത്. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ലൈക്ക്, കമന്റ്, സബ്സ്ക്രിപ്ഷൻ, അതാണ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ആണ് നമ്മുടെ വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പൊ ഈ ഒരു വീഡിയോക്ക് നമുക്ക് മാക്സിമം ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഉടനെ തന്നെ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ. അപ്പൊ അത് മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ദാറ്റ്സ് ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്.